എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. സുവാസിന്യ അർച്ചന പ്രീത എന്ന് പറഞ്ഞാല് ദേവിയെ നല്ല മനസ്സോടുകൂടി വാസനകളെല്ലാം ത്യജിച്ചിട്ട് ആരാധിക്കുന്നവളെന്ന അർത്ഥമുണ്ട്. അപ്പൊ അതുപോലെ പുരുഷന്മാരെക്കാളും വളരെ എളുപ്പത്തിൽ ഭക്തിയോടുകൂടി ഭജിക്കുന്ന സ്ത്രീകൾക്ക് പെട്ടെന്ന് ദേവി ഉപാസനയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ ഭക്തി മാത്രം മതി സ്ത്രീകൾക്ക് ദേവിയെ അറിയാൻ. അപ്പൊ ലളിതാ സഹസ്രനാമത്തിലൂടെ നാം ജഗദംബികയായിരിക്കുന്ന പരാശക്തിയാണ് പ്രീതിപ്പെടുത്തുന്നത്. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് സ്വച്ഛമായിട്ടുള്ള ഒരു ജീവിതം, സ്വച്ഛമായിരിക്കുന്ന ഒരു മൃത്യു. ഇതൊക്കെയാണെന്ന് ഇന്നലെ കണ്ടു. അപ്പൊ നമ്മൾ ഈ 1000 സഹസ്രനാമം എന്ന് പറയുമ്പോൾ ദേവിയുടെ 1000 നാമങ്ങള്. അപ്പൊ സാഗരം എന്ന് പറയുന്നത് നമുക്കറിയാം, അത്യന്തം അഗാധവും അതൊരിക്കലും അളക്കാൻ പറ്റില്ല. സൂര്യനെയും സാഗരവും ഒക്കെ നമ്മൾ എന്താ പറയുന്നത്, ഇൻഫിനിറ്റ് എന്നാ പറയുന്നത്. നമുക്ക് അതിന്റെ ശക്തി അളക്കാൻ പറ്റില്ല. ഈ സാഗരത്തെയാണ് നമ്മൾ ദേവി എന്ന് പറയുന്ന മഹാസാഗരത്തെ 1000 നാമങ്ങളാകുന്ന ഒരു കമണ്ഡലുവിൽ ഒതുക്കിയിരിക്കുകയാണ്. ഈ 1000 നാമം എന്ന് പറയുന്നത് ആ ഒരു മന്ത്രധ്വനി സദാ നമ്മുടെ ഉള്ളിലിരുന്ന് അത് പാകപ്പെട്ട് നമ്മൾ ഓരോ ദിവസവും ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലിരുന്ന് പാകപ്പെട്ട് നമുക്ക് സദ്ഫലങ്ങൾ തരണം. അതാണ് നമ്മുടെ ഉദ്ദേശം, അല്ലേ? അപ്പൊ പുറത്ത് അലഞ്ഞു നടക്കുന്ന മനസ്സിന്റെ അകത്തേക്കുള്ള ഒരു യാത്രയാണ് ലളിതാ സഹസ്രനാമം. നമ്മുടെ ശക്തികളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ നിധി പേടകങ്ങൾ പോലെ നമ്മുടെ ഉള്ളിൽ അടച്ചു വച്ചിരിക്കുകയാണ്. അത് നമുക്ക് എങ്ങനെയാണ് അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അത് പ്രയോജനപ്പെടുത്താനാണ് നമ്മൾ ദേവിയുടെ ഈ ഉപാസനയിലേക്ക് പ്രവേശിക്കുന്നത്. അത് നമുക്കും പ്രകൃതിക്കും എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങി മനുഷ്യന് എത്തിച്ചേരാൻ പറ്റാത്ത അതീന്ദ്രിയ തലങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരിക്കലും ഒരു മനുഷ്യന്റെ ബുദ്ധിക്കോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കോ ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്ത്, സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്ത്, സംഹാരം എന്ന 3 കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാനോ അതിനെക്കുറിച്ച് എന്താ പറയാ നമുക്ക് ഒരു ഈ പറയുന്നതൊക്കെ ഉൾക്കൊള്ളാൻ തന്നെ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇതൊക്കെ അതീന്ദ്രിയ തലങ്ങളാണ്. അപ്പൊ അത് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഈ ദേവിയിലൂടെ നമുക്ക് അറിയാൻ, കുറച്ചെങ്കിലും നമ്മുടെ ആ ഒരു സോഴ്സ് എന്താണെന്ന് അറിയാൻ പറ്റുന്നതാണ് ഈ ലളിതാ സഹസ്രനാമം. അപ്പോ ഭാരതം എന്ന സ്ത്രീത്വത്തിനും നമ്മുടെ ശക്തി ഉപാസനയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോ എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ സർവദേവത. ദേവിയുടെ ധ്യാന ശ്ലോകങ്ങൾ പറയുന്ന ലളിതാ സഹസ്രനാമത്തില് 4 ധ്യാന ശ്ലോകങ്ങളാണ് ദേവിക്ക് പറയുന്നത്. അനന്ത കോടി ശാഖകളുള്ള ഒരു വടവൃക്ഷം. അതുപോലെയാണ് ദേവി ഉപാസനയിലെ ലളിതാ സഹസ്രനാമം. ഇത് യോഗവിദ്യയാണ്. അതിനകത്ത് ദേവി പറയുന്നുണ്ട് യോഗേശ്വരി, അല്ലെ? യോഗവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മള് യോഗികളാൽ പ്രത്യേകിച്ചുള്ള മാർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് മാത്രം അറിയപ്പെടുന്നവൾ ദേവി. അപ്പൊ ഇതൊരു നിരന്തര അഭ്യാസമാണ്. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ലളിതാ ഉപാസന എന്ന് പറഞ്ഞാൽ അത് ദേവിയെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം, ശ്രീചക്രം, ശ്രീവിദ്യ ഇവയൊക്കെ തന്നെ നിഗൂഢ വിദ്യകളാണ്. ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമം പോലും നമ്മൾ വിചാരിക്കുന്ന പോലെ ലളിതമല്ല, പഠിക്കാൻ നമുക്ക് എളുപ്പമല്ല. കാരണം ഓരോന്നും വളരെ ഗഹനമാണ്. പല രീതിയിൽ നമുക്കതിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പൊ ഈ നമ്മുടെ അതിനകത്ത് മന്ത്രമുണ്ട്, ഓരോ നാമത്തിലും അതിന് യന്ത്രമുണ്ട്, വാച്യാർത്ഥമുണ്ട്, ലക്ഷ്യാർത്ഥമുണ്ട്, തത്വങ്ങളുണ്ട്. അപ്പൊ എല്ലാം തന്നെ ദേവിയില് ഓരോ നാമത്തിലും ദേവിയെ കുറിച്ചുള്ള അറിവുകളാണ്. ഇതിനകത്ത് തന്നെ ദേവിയുടെ നിറം ചുവപ്പാണെന്ന് പറയണു. എല്ലാ ധ്യാന ശ്ലോകങ്ങളിലും പറയുന്നുണ്ട്, ഇല്ലേ? പക്ഷെ ചുവപ്പിന് തന്നെ 4 ഭാവങ്ങളുണ്ട്. ഒന്ന് സിന്ദൂരവർണം, അരുണവർണം, കുങ്കുമവർണം, രക്തവർണം. ഇങ്ങനെ ഈ ചുവപ്പിന്റെ 4 ഭാവങ്ങള്. ഇത് വിശ്വരഹസ്യമാണ്, ഇതിന് ശക്തി രഹസ്യമാണ്. വിശ്വത്തിന്റെ പല തലങ്ങളാണിത്. അപ്പൊ ഇത് അരുണവർണത്തിൽ തുടങ്ങി സിന്ദൂരവർണം, കുങ്കുമവർണം, പിന്നെ രക്തവർണം. ഈ ഒരു നിഗൂഢ സത്യത്തെ പരാശക്തി അറിയാൻ ഉപയോഗിക്കാം ഈ നിറങ്ങൾ തന്നെ. അപ്പൊ ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കണമെങ്കിലും നമ്മൾ ദേവിയെ ആവാഹിക്കുന്നത് പുറത്തു നിന്നല്ല, നമ്മുടെ അകത്തു നിന്ന് തന്നെയാണ്. മഹാപത്മവനാന്തസ്തേ കാരണാനന്ദ വിഗ്രഹേ സർവഭൂതഹിതേ മാതഃ ഏഹി ഏഹി പരമേശ്വരി സ്വാഹ. അപ്പൊ ഈ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ആവാഹിക്കാൻ പറ്റുന്ന ദേവിയാണ് ഈ പ്രപഞ്ച സ്വരൂപിണിയായിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, കാരണം അത്രയും ബൃഹത്താണ് അമ്മ എല്ലാത്തിലും. ഇതാണ് വിശ്വരഹസ്യം എന്ന് പറയുന്നത്. ഈ നിഗൂഢ സത്യത്തെ നമ്മള് പരാശക്തി അറിയാൻ എന്ത് ചെയ്യണം?
ഓരോ കിട്ടുന്ന അറിവുകളും നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കണം, എന്നാലേ അമ്മയെ അറിയാൻ പറ്റൂ. കാരണം പരാശക്തിക്ക് 3 ഭാവങ്ങളുണ്ട്: പ്രകൃതി സ്വരൂപിണി, ദേവി സ്വരൂപം, ശക്തി സ്വരൂപം. അപ്പൊ എല്ലാ മനുഷ്യന്റെയും 3 തലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, തന്ത്രശാസ്ത്ര പ്രകാരം പറയുകയാണെങ്കിൽ, ഒന്ന് ആസക്തി, ഒന്ന് ആശ്രയം, പിന്നെ അധീശത്വം. 3 തലങ്ങളാണ്. അപ്പൊ ഏത് കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ ഒരു കാര്യം തുടങ്ങണമെങ്കിൽ നമുക്ക് അതിൽ അതിയായിട്ടുള്ള ആസക്തി ഉണ്ടായിരിക്കണം, ഇല്ലേ? അഡിക്റ്റഡ് എന്നൊക്കെ പറയില്ലേ, അതാണ് ആസക്തി. ഈ ആസക്തി എന്തിനോടാണോ നമുക്ക് വരേണ്ടത്, അപ്പൊ ഈ ദേവീയ ഉപാസന തുടങ്ങുമ്പോൾ നമുക്ക് ദേവിയോടൊരു വല്ലാത്ത അഡിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാ ഈ ഒരു ഉപാസന, വെറുതെ അമ്പലത്തിൽ പോയി തൊഴുന്നതല്ല ദേവീ ഭക്തി. ഉപാസനാ മാർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് അതിയായിട്ടുള്ള ആസക്തി ഉള്ളവരായിരിക്കണം. പിന്നെ രണ്ടാമത് എന്താ? ആശ്രയം. പിന്നെ ദേവിയെ നമ്മൾ ആശ്രയിക്കുക. കാരണം എല്ലാ ആശ്രയങ്ങളും വിട്ടിട്ട് ഏകമായിരിക്കുന്ന ആശ്രയ സ്വരൂപിണിയായിരിക്കുന്ന അമ്മയുടെ പാദപത്മങ്ങളിൽ ആശ്രയിക്കുക. പിന്നെയാണ് നമുക്ക് അധീശത്വം വരുന്നത്. അപ്പൊ ഏത് കാര്യവും നമുക്ക് തന്നെ അറിയാം, ഏത് കാര്യത്തിലും നമുക്കത് വേണം എന്നുള്ള ഒരു എന്താ പറയുക, എപ്പോഴും നമുക്കത് കിട്ടണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് നമ്മളത് ഏത് വഴിയിലൂടെയും പോകും മെറ്റീരിയൽ ആയിട്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തില് മുൻജന്മ വാസനകൾ ഉണ്ടാവാം, മുൻജന്മ പുണ്യം കൊണ്ടായിരിക്കാം നമുക്ക് ദേവിയെ ഈ ജന്മത്തിൽ വേണമെന്ന് അത്യധികമായിട്ടുള്ള ഒരു ആസക്തി. അതിൽ നിന്നാണ് നമ്മൾ ദേവിക്ക് അവിടെ ഒരു സമർപ്പണം ഉണ്ടാവുന്നത്. അപ്പൊ ആശ്രയത്വം വരുവാണ്. ആശ്രയിക്കണം അമ്മേ. കാരണം എല്ലാ മറ്റുള്ള ആശ്രയങ്ങളൊക്കെ താൽക്കാലികമാണെന്ന് തിരിച്ചറിഞ്ഞ് ദേവിയുടെ പാദപത്മങ്ങളെ നമ്മൾ എന്താ നമ്മൾ ഒരു അടിമ ആശ്രയിച്ച് നിൽക്കുക എന്ന് പറയില്ലേ, അവിടെ നിന്നാണ് ദേവി നമുക്ക് ഞാൻ ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. അതിപ്പോൾ അവിടെ നിന്നാണ് അധീശത്വം. നമ്മൾ തന്നെയാണ് ദേവി, എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ അമ്മ ഇരിക്കുന്നത് എന്നുള്ള ഒരു അധീശത്വത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇത് കാണിച്ചു തരുന്ന ആളിനെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. കാരണം ആ ഒരു അമിതമായ ആസക്തിയിലൂടെ, അവിടെ ഒരു അടിമത്തത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഗുരു വരുന്നു നമ്മുടെ കണ്ണ് തെളിയിക്കാൻ. നമ്മുടെ ആ ചക്ഷുരുന്മീലിതം, ആ ഒരു മാംസചക്ഷുസുകളിലൂടെ കാണാൻ പറ്റാത്തത് നമ്മൾ ആന്തരിക ചക്ഷുസുകൾ കൊണ്ട് നമ്മളെ കാണിക്കുകയാണ്. അതിനാണ് ജ്ഞാനനേത്രം എന്ന് പറയുന്നത്. ആ അധീശത്വെ, നീ ഈ കാണുന്ന പ്രകൃതിയുടെ എല്ലാം തന്നെ ഉടമസ്ഥയായിരിക്കുന്ന അമ്മയാണ് നിന്റെ ഉള്ളിൽ ഇരിക്കണ, നീ അതിന്റെ അധീശനാണ് എന്ന് കാണിച്ചു തരാൻ നമുക്ക് ഗുരു എത്തിച്ചേരും. അതാണ് ഉപാസനാ മാർഗത്തില് ഗുരു പരമ്പരയുടെ ലക്ഷ്യം. അപ്പൊ ഈ ഒരു വളരെ എന്താ പറയാ ആ ഒരു പാരമ്പര്യമുള്ള മഹത്തായ ജ്ഞാന പാരമ്പര്യം നമ്മുടെ ഭാരതത്തിനുണ്ട്. അപ്പൊ ഈ അജ്ഞാനത്തെ മാറ്റുന്നവരാണ് ഗുരുക്കന്മാര്, ഋഷിമുനിമാര്. എല്ലാവരും ഗുരുപരമ്പരക്കകത്ത് വരും. അപ്പൊ ബ്രഹ്മസത്യം തന്നെയാണ് ഗുരു രൂപത്തിൽ വരുന്നത്. ആ ബ്രഹ്മസത്യത്തെ അവസാനത്തെ അറിയലാണ്. കാരണം ഇതിനപ്പുറം അറിയാനായിട്ട് ഒന്നുമില്ല. അമ്മ ബ്രഹ്മസ്വരൂപിണിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി അതിനപ്പുറം എന്താ അറിയാം? കാരണം ബ്രഹ്മമാണ് ഈ പലതായിട്ടിരിക്കുന്നത്, ഏകം സത്തായിട്ടിരിക്കുന്ന ആ ഒരു ഒരേ ശക്തിയാണ് ഈ കാണപ്പെടുന്ന നാമരൂപങ്ങൾ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ ആ സത്യത്തെ അറിയാനാണ് നമുക്ക് ഉപാസനയും ഗുരുപരമ്പരയും എല്ലാം. അപ്പൊ ഈ ജ്ഞാനചക്ഷുസുകളെ തുറക്കാനാണ് ഈ ഗുരുക്കന്മാര് വരുന്നത്. അപ്പൊ ഈ ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മത്തിൽ നിന്ന് തന്നെ നിർദ്ദേശിക്കപ്പെട്ട ഗുരുപരമ്പരയാണ് നമുക്ക് ഈ സത്യത്തെ കാണിച്ചു തരുന്നു എന്നുള്ളതാണ് ശ്രീവിദ്യ ഉപാസനയുടെ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. കാരണം ഇവിടെ ഹയഗ്രീവനും അഗസ്ത്യനും തമ്മിലുള്ള സംഭാഷണമൊക്കെ നമ്മൾ ഇനി കാണും. കാരണം ഏത് ഈശ്വരനാണെങ്കിലും ഗുരുസ്വരൂപമായിട്ട് വന്ന് അത് ഉപദേശിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജ്ഞാനചക്ഷുസുകൾ തുറക്കാൻ പറ്റൂ, നമ്മുടെ ഉള്ളിലേക്ക് ആ ശക്തിയെ നമുക്ക് ആവാഹിക്കാൻ പറ്റൂ. അപ്പോ ഈ ഗ്രന്ഥി എന്നാൽ നമുക്ക് കെട്ടാണ്. നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ 3 ഗ്രന്ഥികളെ പൊട്ടിക്കുന്ന കാര്യം കേട്ടിട്ടുണ്ട് അല്ലെ, വായിക്കാറുണ്ട് ദിവസവും. ബ്രഹ്മഗ്രന്ഥി, വിഷ്ണു ഗ്രന്ഥി, രുദ്രഗ്രന്ഥി. അപ്പൊ ഈ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പല ഭാഗത്തും നമ്മളെ കെട്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്കത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോ ഇല്ല എന്നർത്ഥം. അപ്പൊ അതിനെ അപഗ്രഥിക്കലാണ്. കാരണം അതിനെ അഴിച്ച് അതിനകത്തെ സത്യത്തെ അറിയലാണ് ഉപാസന അഥവാ സാധന എന്ന് പറയുന്നത്. അപ്പൊ അടിമത്തം എന്നത് ഒരു ഗുരുപാദങ്ങളിലെ സമർപ്പണമാണ്. ശാസ്ത്രത്തിനും ഗുരുവിനും ശരണാഗതി ചെയ്യണം. അതിന് തന്റെ ആ ഒരു ആത്മതത്വത്തെ അറിയാനുള്ള ആസക്തി ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക്, ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ആ ഒരു ആസക്തി നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് അധീശത്വത്തിലാണ്. കാരണം നമുക്ക് അറിയാനുള്ള ആഗ്രഹത്തിലൂടെ നമ്മളെ അറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ശാസ്ത്രത്തിനും ഗുരുവിനും ശരണാഗതി ചെയ്യുന്നവിടെ അവിടെ ഗുരുവിന്റെ അനുഗ്രഹം എത്തിച്ചേരും.
ആ തന്ത്രശാസ്ത്രത്തിലെ ഗുരുവിന്റെ മുദ്രയാണ് നമ്മൾ മൃഗി മുദ്രയായിട്ട് കാണുന്നത്. നമ്മൾക്ക് ഏത് ഗുരുമന്ത്രം ജപിക്കാനിരിക്കുമ്പോഴും 2 വിരല് മാനിന്റെ മുദ്ര പോലെ എടുത്തിട്ട് നമ്മള് ശിരസിലാണ് നമ്മൾ കൈവച്ച് എന്താ പറയാ ആ ഗുരുവിനെ സ്മരിക്കുന്നത്. അതിനെയാണ് നമ്മൾ മൃഗി മുദ്ര എന്ന് പറയുന്നത്. മാനിനെ പോലെയുള്ള മുഖം, അങ്ങനെയുള്ള കൈകൾ കൊണ്ട് ശിരസില് ഗുരുപാദങ്ങളെ ഇല്ലെങ്കിൽ ശിവശക്തി പാദങ്ങളെ നമ്മൾ പ്രണമിക്കുക ചെയ്യുന്നത്. അപ്പൊ മുദ്രയില് നമുക്ക് വേണ്ടി ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ മുദ്രയിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശം? മൗനത്തെ മുദ്രയാക്കി ചെവി തുറന്ന് പിടിക്കുക, വായ അടച്ചു വെക്കുക, ചെവി തുറന്ന് ഹൃദയത്തിൽ എത്തിക്കുക ഗുരുവാക്യങ്ങള്. ഗുരുസന്നിധിയില് ഗുരുവിനെ കേൾക്കുക എന്നതാണ്. എങ്ങനെയാ നമ്മൾ ഗുരുവിനെ കേൾക്കുക? മഹാത്മാക്കളുടെ വാക്കുകള് ഗുരുവിലൂടെ കേൾക്കുമ്പോൾ ജ്ഞാനം ഉണരും. നമ്മൾ കേൾക്കുന്ന എന്താ? ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത് പാദം ശങ്കരം ലോകശങ്കരം. അപ്പൊ ഈ ശ്രുതി സ്മൃതി പുരാണങ്ങള്, അതിലുള്ള തത്വങ്ങളെയാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. ആരിലൂടെ? ഗുരുസന്നിധിയിലെ ഗുരുവിലൂടെ. അപ്പൊ ഈ മഹാത്മാക്കളുടെ വാക്കുകൾ മാത്രമേ നമ്മൾ കേട്ടത് കൊണ്ട് മാത്രമേ നമ്മുടെ ഉള്ളിൽ ഈ ജ്ഞാന ചക്ഷുസ്സുകൾ ഉണരുകയുള്ളൂ. കാരണം എന്താ? വാക്ക് അഗ്നിയാണ്. അത് ആ അഗ്നിയായിട്ട് നമ്മുടെ സമത്തുക്കള്, നമ്മൾ എന്ത് സമത്തുക്കളെ ഹോമിക്കാനാണ് ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നത്? എന്ത് അഗ്നിയിൽ നമ്മുടെ സമത്തുക്കളെ ഹോമിച്ചാൽ മാത്രമേ നമുക്ക് ദേവിയെ അറിയാൻ പറ്റൂ? ചിതഗ്നികുണ്ട സംഭൂതയാ. അവിടെ സമർപ്പിക്കണം. എന്താ? നമ്മുടെ കർമ്മങ്ങളാകുന്ന ഉണങ്ങിയ വിറകുകള് കൊണ്ടുവന്നാണ് നമ്മൾ ഈ ഒരു ഗുരുവിനെ സമീപിക്കുന്നത്. കാരണം നമ്മുടെ വാസന ചെപ്പായിരിക്കുന്ന വാസന എന്ന് പറയുന്ന ഒരു ചെപ്പുണ്ട് അന്തരംഗങ്ങളില്, ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ 4 ഭാഗങ്ങളിലിരിക്കുന്ന ചിത്തം. നമ്മൾ പൂർവജന്മാർജിത കർമ്മ വാസനകള് ഉണങ്ങിയ വിറകായിട്ടാണ് നമ്മൾ ഒരു ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നത്. എന്തിനാ? ചിതഗ്നി, അവിടെ വിറക് കത്തിക്കണം, അവിടെ എല്ലാം സമർപ്പിക്കണം. അവിടെ നിന്ന് മാത്രം ഇത് സമർപ്പണം ഉണ്ടായി ശുദ്ധമായ ഒരു ഹൃദയത്തിൽ മാത്രമേ ദേവി ആവിർഭൂതയാവുകയുള്ളൂ. അപ്പൊ കർമ്മങ്ങളാകുന്ന ഉണങ്ങിയ വിറകുകൾ കത്തിക്കണം. അതിനാണ് നമ്മൾ ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് ആശ്രയിക്കുന്നത്, അല്ലെ? ആശ്രയം കൊണ്ട് നമുക്ക് എന്താ വരുന്നത്? നമ്മുടെ കർമ്മങ്ങൾ പോകുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ കർമ്മങ്ങൾ ഇനി വരുന്ന ആഗമിക കർമ്മങ്ങൾ ശുദ്ധമാവുകയും ചെയ്യുന്നു. അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് അധീശത്വം കൊടുക്കുന്ന ദേവി. ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് നമുക്കറിയാം ആപാല ഗോപവിദിത. അപ്പൊ ഈ ബാലന്മാര് ഗോപന്മാര് വിദിത, ഈ ബാലന്മാർക്കും ഗോപന്മാർക്കും എല്ലാവർക്കും ശരണാഗതി ചെയ്യാൻ പറ്റുന്ന ദേവി. അപ്പൊ ഇതിലെ ബാലന്മാരെന്ന് പറഞ്ഞ കൊച്ചുകുട്ടികൾ എന്നാണോ അർത്ഥം? അല്ല. കൊച്ചുകുട്ടികൾ 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടിക്ക് ലളിതാ സഹസ്രനാമം വായിച്ചാൽ എന്തറിയാൻ പറ്റും? പോട്ടെ, 10ഉം 15ഉം വയസ്സായ കുട്ടികൾക്ക് പോലും അറിയില്ല. അപ്പൊ ഇത് ബാലന്മാരെന്ന് പറഞ്ഞാല് അറിവില് ബാലത്വമുള്ളവർ. അറിവില് ബാലത്വമുള്ളവരാണ്. 90 വയസ്സുണ്ടായാലും അറിവുണ്ടാവണമെന്നില്ല. പക്ഷെ 18 വയസ്സ് ഒരു കുട്ടിക്ക് ചിലപ്പോൾ അറിവ് ഉണ്ടായിരിക്കും. കാരണം എന്താ? അവരുടെ പൂർവ്വജന്മാർജിത കർമ്മങ്ങള്, നേരത്തെ ചെയ്തിട്ടുള്ള പുണ്യ കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ ഈ ദേവിയെ അറിയാനും ആശ്രയിക്കാനും പറ്റുള്ളൂ. അപ്പൊ ഈ അറിവില് ബാലത്വം ഉള്ളവർക്ക് ദേവിയെ സമീപിക്കാം. ഗോപന്മാർക്കും പശുബുദ്ധികൾക്കും സമീപിക്കാം. അപ്പൊ ഗോക്കൾ എന്ന് പറഞ്ഞാല് ഗോപന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വൃന്ദാവനത്തിലെ ഗോപന്മാർ എന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഗോപന്മാർ എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ ഇന്ദ്രിയങ്ങൾ എന്ന അർത്ഥമുണ്ട്. ഇന്ദ്രിയ വിഷയങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുന്ന ഗോക്കളെ പാലിക്കുന്നവൻ ഗോപാലൻ. അപ്പൊ ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം ചെയ്താൽ മാത്രമേ ഈ സഹസ്രനാമം ജ്ഞാനവും മുക്തിയും കൊടുക്കുകയുള്ളൂ. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണ്? ഇന്ദ്രിയ നിഗ്രഹണം. അപ്പൊ ഈ സഹസ്രനാമം ജ്ഞാനവും മുക്തിയും കൊടുക്കുന്നതാണെന്ന് പറയണം. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. അപ്പൊ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്ന ഒരു മനസ്സിന് ദേവിയെ അറിയാൻ പറ്റില്ല. കാരണം എന്താ? അന്തർമുഖ സമാരാധ്യയാണ് അമ്മ. അപ്പൊ യോഗികൾക്ക് പോലും ഗോപ്യമായി വയ്ക്കുന്ന ജ്ഞാനമാണിത്. യോഗികള് അവരുടെ യോഗ സാധനയിലൂടെ നേടിയെടുക്കുന്ന ദേവി. അപ്പൊ നമുക്കും അതുപോലെ എന്ത് വേണം? ആ ഒരു ഇന്ദ്രിയ നിഗ്രഹണമെങ്കിലും നല്ല ധർമ്മവും ധാർമ്മികമായിട്ടുള്ള ജീവിതവും ഇന്ദ്രിയ നിയന്ത്രണവും ഭക്തിയും ആ ഒരു കർമ്മ സമർപ്പണവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അമ്മയെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവർക്കും തന്നെ വിദിതയാണ് ദേവി, ബാലന്മാർക്കും യോഗികൾക്കും എന്ന് പറയാൻ കാരണം ഈ പരാശക്തിയായിരിക്കുന്ന ലളിതാംബിക ആ ഒരു അടിമയായിട്ട് ഗുരുവിനെ ആശ്രയിച്ച് അത് ഉപാസനയാക്കി അങ്ങനെ
ആ ഒരു ശ്രദ്ധ കൊടുത്ത് അമ്മയുടെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രമാകും. ഇത് നിസ്സാര കാര്യമല്ല, ഓരോ പ്രോസസ്സാണ്. പെട്ടെന്ന് പോയി അമ്മയെ ചാടിക്കേറി ഒരു ലളിതാ സഹസ്രനാമം വായിച്ചത് കൊണ്ട് നമുക്ക് അമ്മയെ കിട്ടില്ല. അതിന് ഓരോ തലങ്ങളുണ്ട്. അമ്മയുടെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രമാകണം, അല്ലെ? ഭാരതീയ ഗ്രന്ഥങ്ങൾക്കുള്ള ഒരു പ്രത്യേകതയാണ് ഈ മന്ത്രഘടന എന്ന് പറയുന്നത്. ഒരു ഘടനയുണ്ടാവും മന്ത്രങ്ങൾക്കെല്ലാം. അത് ഭാരതീയ മതത്തിന്റെ മാത്രം ഒരു അന്തർസത്തയാണത്. മന്ത്രം എന്ന് ആ ഒരു മന്ത്രം എന്നത് നിഗൂഢമായിട്ടുള്ള തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ളതാണ്. കാരണം ശബ്ദ സ്പന്ദനങ്ങൾക്ക് മാത്രമേ നമ്മൾ ഒരു ആറ്റമിന്റെ സബ് അറ്റോമിക് തലത്തിലേക്ക് പോലും പോകാൻ പറ്റുള്ളൂ. ശബ്ദത്തിന്റെ തലങ്ങൾ വളരെ നിഗൂഢമാണ്. അത് വേറെ ഒന്നിനും അവിടെ പോകാൻ പറ്റില്ല. അവിടെ ഇറങ്ങിച്ചെന്ന് എന്താ പറയാ, നമ്മുടെ ആ ഒരു ആറ്റത്തിൽ നിന്ന് താഴെയുള്ള ആ ഒരു വിഭജനം വരെ ഇന്ന് എത്തിയിട്ടുണ്ട്. ആറ്റം, അത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, അവസാന ദൈവകണങ്ങൾ, അല്ലെ, ഗോഡ് പാർട്ടിക്കിൾ വരെ ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പൊ ദ്രവ്യത്തില്, സ്ഥൂലത്തില് നമുക്ക് ഒന്നും കിട്ടില്ല. നമ്മൾ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് വെറും സ്ഥൂലമാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? അന്തരന്വേഷണം. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രപഞ്ചത്തിന്റെ ആധാരത്തെ അറിയാനുള്ള ലക്ഷ്യമാണ് ഇത്. നിസ്സാര കാര്യമാണോ? ചിന്തിച്ചു നോക്കൂ. ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ ആധാരത്തെ അറിയുവാൻ എല്ലാ ഋഷിമുനിമാരും അതിനുള്ള ശ്രമം അവർ തുടങ്ങിയിരിക്കുന്ന നാദത്തിൽ നിന്നാണ്. അപ്പൊ നാദമാണ് നമുക്കറിയാം പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണം. ബിന്ദുവിൽ നിന്ന് നാദം, നാദം കലകളായിട്ട് പിരിഞ്ഞ് വാക്കുകളായിട്ട്, ധ്വനികളായിട്ട്, പ്രപഞ്ച ദൃശ്യങ്ങളായിട്ട് തീരുന്നു. അപ്പൊ ഈ നാമരൂപങ്ങളുടെ അടിസ്ഥാനമാണ് നാദം. ശബ്ദമാണ് എല്ലാത്തിന്റെയും ആരംഭം. അപ്പൊ പ്രണവ മന്ത്രമായിരിക്കുന്ന ഓം, ഓം എന്ന് പറയുന്ന ആ അകാര, ഉകാര, മകാരങ്ങൾ അടങ്ങിയിരിക്കുന്ന ആ ഓമിൽ നിന്നാണ് പരയായിട്ട്, പശ്യന്തിയായിട്ട്, മധ്യമയായിട്ട്, വൈഖരിയായിട്ട്, അതുപോലെ തന്നെ വേറെ വാക്കുകളായിട്ട്, വാചകങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തെ നമ്മൾ നാമരൂപങ്ങളായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ അതുപോലെ ആ ഒരു എന്താ പറയാ, ശിവനാദം, ശക്തിനാദം, ഓമിന് മുമ്പേ ഉണ്ട് നാദങ്ങള്. നമുക്ക് കേൾക്കാൻ പറ്റാത്ത നാദതലങ്ങളുണ്ട്. നാദത്തിൽ ഈ വൈഖരി കഴിഞ്ഞിട്ടുണ്ട് നിശബ്ദ തലമുണ്ട്. ആജ്ഞാചക്രത്തിന് ശേഷം 9 നാദത്തിന്റെ തലങ്ങളുണ്ട്. അതൊന്നും മനുഷ്യന് കേൾക്കാൻ പറ്റുന്നതല്ല. വളരെ ഉയർന്ന സട്ടിലായിരിക്കുന്ന, പരയ്ക്ക് മുമ്പുണ്ട്, പരയ്ക്ക് ആ ഒരു മുമ്പിലും ഉള്ള നാദത്തെയാണ് നമ്മൾ ശിവനാദം, ശക്തിനാദം, കാമകല, തുരീയം എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന നാദത്തിന്റെ ഉത്ഭവത്തിന് മുമ്പുള്ളതാണ്. ഇതൊക്കെ നമുക്ക് കുണ്ടലിനി ഉപാസന പ്രത്യേകം എടുത്ത് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ യോഗികൾക്കുള്ള ആ ഒരു തലത്തിൽ നിന്ന് സാധാരണ വ്യക്തിത്വമായിരിക്കുന്ന നമുക്ക് മന്ത്രത്തെയാണ് നമുക്ക് ആശ്രയിക്കാനുള്ളത്. അപ്പൊ പ്രപഞ്ച ആധാരം ഓം എന്നുള്ള ഒരു നാദ തരംഗം തരംഗ രൂപമായിട്ട് വന്ന് ബിന്ദുവിൽ നിന്ന് പുറപ്പെട്ട് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ എവിടെ നിന്ന പ്രപഞ്ചം എന്ന് നമ്മൾ ഇതിനു മുമ്പേ കണ്ടതാണ്. ഗർഭോപനിഷത്തിലെ പരബ്രഹ്മ തത്വത്തിൽ നിന്ന് നാദമാണ്. നാദത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് ബേസ് ആയിട്ടിരിക്കുന്നത് ശബ്ദമാണ്. അപ്പൊ ഈ ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രക്കല ഒരു കുത്തും നമുക്ക് കാണാം, അല്ലെ? പ്രണവത്തിൽ എന്താ, ഓം എന്നുള്ളതിന് ഒരു ചന്ദ്രക്കല, ഒരു ബിന്ദു. അപ്പൊ ഇതാണ് യോഗരഹസ്യം എന്ന് പറയുന്നത്, മന്ത്രം. അപ്പൊ ഇതില് മന്ത്രം എന്ന് പറഞ്ഞ വേറൊരു അർത്ഥം നമുക്ക് എടുക്കാം. എന്താണത്? മത്വത്തിൽ നിന്ന് തരണം ചെയ്യാൻ സഹായിക്കുന്നത്. അതാണ് മന്ത്രം, ഇല്ലേ? മന്ത്രിക്കുന്നതാണ് മന്ത്രം. മത്വം എന്ന് പറഞ്ഞാൽ മമത്വം. നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാത്തോടും നമുക്കുള്ളതാണ് മമകാരം. നമുക്ക് എല്ലാത്തിനോടും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അല്ലെ? ആ മമകാരം അതിൽ നിന്ന് നമ്മൾ വിടുവിക്കണമെങ്കിൽ എന്ത് വേണം? ന മമ. അപ്പൊ അഗ്നിമന്ത്രം ന മമയാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഈ മമത്വത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്, മനസ്സിനെ അറ്റാച്ച്മെന്റ് വിടാൻ സഹായിക്കുന്ന മന്ത്രങ്ങളാണ് ഈ ശ്രീവിദ്യ ഉപാസനയിലെ പ്രധാനം. ഈ ഡിറ്റാച്ച്മെന്റ് പ്രപഞ്ച വസ്തുക്കളോടും പ്രപഞ്ചത്തിലിരിക്കുന്ന വസ്തുക്കളോടും ഉണ്ടായതിനു ശേഷം അറ്റാച്ച്മെന്റ് ആരോടാ ഉണ്ടാവേണ്ടേ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമമായിരിക്കുന്ന ശക്തിയോടുള്ള അറ്റാച്ച്മെന്റ്. അപ്പൊ ഈ മന്ത്രം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. എല്ലാത്തിന്റെയും സ്പന്ദിക്കുന്ന നാദതലം, ശബ്ദത്തിന്റെ തലമാണ് മന്ത്രം. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് വാക്കുകള്, ഈ ശാസ്ത്രങ്ങൾ മുഴുവനും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ പ്രപഞ്ചത്തെ അറിയുവാനുള്ള ഏക മാർഗം എന്താണ്? ഈ മന്ത്രമാണ്. കാരണം ഓരോ മന്ത്രത്തിനും സ്വരൂപമുണ്ട്. മന്ത്രസ്വരൂപമായിരിക്കുന്നത് ദേവതകളാണ്. ആ ദേവതകളെല്ലാം പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവി ഓരോ ദേവതകൾക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഒരു സഹവർത്തിത്വം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രകൃതി പ്രവർത്തിക്കുന്നത്. സാധാരണ രീതിയിലല്ല.
ഓരോന്നും സൂര്യന് സൂര്യൻ്റെതായിട്ടുള്ള, ചന്ദ്രന് ചന്ദ്രൻ്റെതായിട്ടുള്ള നവഗ്രഹങ്ങളുണ്ട്, കാറ്റുണ്ട്, പഞ്ചഭൂതങ്ങളുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ഈ എന്താ പറയുക, പ്രപഞ്ചം എന്ന് പറയുന്നത് ദേവിയാൽ നിർമ്മിക്കപ്പെട്ട് പരിപാലിക്കപ്പെടുന്ന ഒരു വലിയ ബൃഹത്തായിരിക്കുന്ന ഒരു എന്താ പറയാ മായാ പ്രപഞ്ചം എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിലെല്ലാവർക്കും അവരുടെ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ഈ നമ്മള് പ്രപഞ്ചത്തില് മനുഷ്യരെന്ന് പറയുന്ന അതിലൊരു പല വസ്തുക്കളിൽ ഒരാളെ ഉള്ളൂ മനുഷ്യര്, ബാക്കി പക്ഷി മൃഗാദികളുണ്ട്, വൃക്ഷലതാദികളുണ്ട്. ഈ മനുഷ്യന് മാത്രമാണ് തൻ്റെ അസ്തിത്വത്തെ കുറിച്ച് അറിയാനായിട്ടുള്ള ആഗ്രഹം. അപ്പൊ ഈ അറിയണമെങ്കിൽ ഇതില് ഒന്നും മാത്രമേ മനുഷ്യനെ സഹായിക്കുന്നുള്ളൂ, അതിന്റെ പേരാണ് മന്ത്രം. അപ്പൊ ഈ ശാസ്ത്രങ്ങൾ നമ്മളെല്ലാം പഠിക്കുന്നത് എന്താണ്? നമ്മുടെ സോഴ്സ് അറിയാനാണ്, പ്രപഞ്ചത്തെ അറിയാനാണ്, അല്ലെ? വേദങ്ങളിലുള്ളത് സൂക്തങ്ങളാവാൻ കാരണം എന്താ? സൂക്തം എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പറയപ്പെട്ടിരിക്കുന്നത് സൂക്തങ്ങൾ. അപ്പോ ഈ ഓംകാരത്തിൽ നിന്ന് ബീജമന്ത്രങ്ങള്, ഐം ഹ്രീം ക്ലീം തുടങ്ങിയ മന്ത്രങ്ങള്, അതിൽ നിന്ന് അകാരം മുതൽ ക്ഷകാരം വരെയുള്ള അക്ഷരങ്ങള്, ആ ഗ ന, അതായത് നമ്മൾ അഗ്നി എന്ന് പറയുമ്പോൾ ആയും ഗായും നായും ചേർന്ന് അഗ്നി. അപ്പൊ അതുപോലെ നമുക്ക് സൂക്തങ്ങൾ ഉണ്ടായത് ഈ വാക്കുകൾ, ഈ അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് സൂക്തങ്ങൾ ഉണ്ടായത്. പുരാണങ്ങള്, സ്തോത്രങ്ങള്, നാമജപങ്ങള്, ഇങ്ങനെയുള്ള മനുഷ്യന്റെ ബുദ്ധി വികാസത്തിന് അനുസരിച്ച് വിദ്യകൾ ഉണ്ടായി. അപ്പൊ ദേവി എന്ന് പറയുന്നാൽ ജഗദംബയാണ്, മാതൃസ്വരൂപമാണ് അമ്മ. അപ്പൊ മാതൃസ്വരൂപം എന്താണ്? ഒരു സ്ത്രീക്ക് നമ്മൾ ഇന്നലെ കണ്ടു, ഏറ്റവും ഒരു സ്ത്രീയുടെ ഉയർന്ന ഭാവമാണ് മാതാവ്. അനന്തകോടി നാമരൂപങ്ങള് ദേവിയാണെങ്കിലും നമുക്ക് ജന്മം തന്ന മാതാവ് അത് എന്നത് തന്നെയാണ് ഏറ്റവും ഉയർന്നത്. അമ്മയ്ക്ക് വേറെ പല ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കൊടുക്കാം. നമ്മളെ സൃഷ്ടിയെ പരിപാലിക്കുന്നത് തിരോധാനഗരി എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും നമ്മളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അമ്മയെ കാണാനുള്ള ഉയർന്ന സ്വരൂപം ജന്മം തന്ന മാതാവ് എന്നുള്ളതാണ്. അപ്പൊ പ്രപഞ്ച മാതാവാണ് എല്ലാത്തിനെയും ജനിപ്പിക്കുന്നത്, എല്ലാത്തിനെയും. അതായത് ദേവിയുടെ പല മുഖങ്ങളില് ബ്രഹ്മരൂപം, അതാണ് ഈശ്വര രൂപം, ശക്തി രൂപം ദേവീ രൂപം, മായാരൂപം എന്ന് പറയുന്ന മാതൃരൂപം, എല്ലാം അമ്മയുടെ തന്നെയാണ്. ഇങ്ങനെ 6 രൂപങ്ങള് ദേവിക്കുണ്ട്. അപ്പൊ ഇതില് മാതൃസ്വരൂപത്തിൽ ഇരിക്കുന്ന ആ ജനിക്കുന്ന കുട്ടിക്ക്, മാതൃസ്വരൂപത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, നമ്മൾ ജനിക്കുന്ന കുട്ടിക്കുള്ള ഭക്ഷണം അമ്മയിൽ തന്നെ ഉണ്ട്. അതാണ് മാതാവിന്റെ മഹത്വം. കാരണം അത് മാത്രമേ കൊച്ചു കുഞ്ഞിന് ദഹിക്കുള്ളൂ. അത് ഒരു കുഞ്ഞിനെ ഒരു 6-7 മാസം വരെ ജനിച്ച ഉടനെ തന്നെ ആ ഭക്ഷണവും അമ്മ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഭൂമി ദേവി അങ്ങനെയല്ലേ? ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാ സസ്യങ്ങൾക്കും, മൃഗങ്ങൾക്കും, പക്ഷികൾക്കും എല്ലാം നമുക്ക് ഭൂമിയാണ് എല്ലാ ഭക്ഷണവും തരുന്നത്, ജലം തരുന്നത്, ഇതെല്ലാം ഭൂമിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ നമുക്ക് എല്ലാം ആശ്രയിക്കാൻ പറ്റുന്ന, ഏത് ആപത്ത് സമയത്ത്, ഏത് ദുഃഖ സമയത്ത്, ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗം എന്ന് പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ആളാണ് അമ്മ. മന്ത്രമാതാവാണ് ഗായത്രി, മന്ത്രങ്ങളുടെ മാതാവ്. അപ്പൊ മന്ത്രങ്ങൾ കൂടുതലും നാരീ പ്രസക്തമാണെന്ന് നമുക്കറിയാം. മാതാവ് എന്ന ഭാവമാണ് ഏറ്റവും മഹത്വം ഉള്ളത്. അപ്പൊ വേദകാലത്ത് കുണ്ടലിനി ഉപാസനയ്ക്കായിരുന്നു പ്രാധാന്യം കൂടുതലുണ്ടായിരുന്നത്. ക്ഷേത്ര ഉപാസനയും തന്ത്രവും എന്ന് പറയുന്നത് ശരീരശാസ്ത്രമാണ്. ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് തന്ത്രം. അപ്പൊ അവിടുത്തെ ശക്തിയെ മകുടി ഊതി ഉണർത്തുന്നതാണ്. ശരിക്കും ഈ നാദോപാസന എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതാണ്. അഗ്നിയെ ഊതി ഉണർത്തുന്ന പോലെ ഇട പിങ്കള സുഷുമ്ന നാഡി, അതിലെ സുഷുമ്നയിലൂടെ വരുന്ന അമൃത് കുടിച്ച് മയങ്ങിക്കിടക്കുന്ന ഒരു സർപ്പിണി, അതാണ് കുണ്ടലിനി നമ്മുടെ ഉള്ളിലെ. അപ്പൊ അത് വാക്ക് പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് വേണം? ഈ സഹസ്രാരത്തിൽ നിന്ന് വരുന്ന അമൃത് വേണം. ഈ അമൃത് തീരുമ്പോൾ ജീവൻ ശരീരം വിട്ടു പോകും. നമ്മുടെ ന്യൂറോൺസ് ഒക്കെ, നമ്മളെ ഈ ന്യൂറോൺസിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ അത് എപ്പോഴാണോ ഡ്രൈ ആവുന്നത് അവിടുത്തെ ഓർമ്മശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. അങ്ങനെ ബ്രെയിൻ ഡെത്ത് വരുമ്പോൾ ഒരു ജീവൻ എന്താവും? ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. ഈ ഒരു സഹസ്രദള പത്മം എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിൻ, അതായത് നമ്മുടെ ആ ശിരസ്, അതിലിരിക്കുന്ന ഓരോന്നിലും അമൃതപ്രവാഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമൃതപ്രവാഹം സുഷുമ്ന നാഡിയിലൂടെ ഈ കുണ്ടലിനി ശക്തി എന്താ പറയാ, ആ ഒരു കുടിച്ച് മയങ്ങി കിടക്കണമെന്നൊക്കെ നമ്മൾ യോഗികളുടെ തലത്തിൽ പറയുമെങ്കിലും ഇത് തമ്മിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ അമൃത് കുടിക്കുന്നതാണ് അതിന്റെ പ്രാണശക്തി. അവിടെ നിന്നാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ശ്വാസോച്ഛ്വാസമാകട്ടെ, രക്തചംക്രമണമാവട്ടെ, നമ്മുടെ കഴിക്കുന്ന ആഹാരം ദഹിക്കുന്നതാവട്ടെ, എല്ലാം നടക്കുന്നത് ഈ ഒരു പ്രാണശക്തി കൊണ്ടാണ്. അപ്പൊ ഈ
അമൃത് തീരുമ്പോൾ ഇവിടെ നിന്നുള്ള ആ ഒരു ലിക്വിഡിന്റെ ഫ്ലോ തീരുമ്പോഴത്തേക്ക് എപ്പോഴും ശരീരം പിന്നെ നിർജീവമായി തീരും. ഈ പരബ്രഹ്മ തത്വത്തില് നമ്മൾ മനസ്സുകൊണ്ടാണ് ചേരുന്നത്. ഇതിനുള്ള ഉപാധിയാണ് ഈ ശരീരം. അപ്പൊ നമ്മൾ ഈ ഗുരുവാണ് നമ്മുടെ പ്രത്യക്ഷ പരബ്രഹ്മം എന്ന് കണ്ടു, ശരീര രൂപത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ പ്രപഞ്ചവുമായിട്ടുള്ളതെല്ലാം സംഘമാണ്, ഈശ്വരനോടുള്ളതാണ്. അപ്പൊ ഈ ഒരു ഈശ്വരനോടുള്ള സംഘത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യോഗം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളാണ് നമുക്ക് ലളിതാ സഹസ്രനാമത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ആ ലളിതാ സഹസ്രനാമത്തിൽ എന്താ പറയാ, ഓരോ അമ്മയുടെ നാമങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യ തത്വങ്ങളാണ് ഇപ്പൊ നമ്മൾ അനാവൃതമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ അർജുനനോട് പറയുന്നു, സംഘം തെത്വാ ധനഞ്ജയ എന്ന് ഭഗവാൻ പറയുന്നു. ഈ എന്തിനോടൊക്കെയാണോ നമ്മൾ സംഘം വച്ചിരിക്കുന്നത് പ്രപഞ്ചത്തില്, അതിനോടുള്ള സംഘം നമ്മൾ ത്യജിക്കണം. എന്നാലേ നമുക്ക് ഭഗവാനിലോട്ട് ചേരാൻ പറ്റും. മനസ്സുകൊണ്ട് നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരണം, അല്ലെ? യോഗമാണ് വേണ്ടത്. അപ്പൊ അകത്തുള്ള നിത്യമായിരിക്കുന്ന ഒരു ശാന്തതയാണ് നമ്മൾ യോഗം എന്ന് പറയുന്നത്. ശാന്തി, സമാധാനം, അല്ലെ? ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ? അവിടെ ചലനങ്ങളില്ലാത്ത അവസ്ഥ. ശിവോഹം എന്നൊക്കെ പറയുമ്പോൾ ശിവൻ എന്ന് പറയുന്ന സ്വച്ഛന്തമായിരിക്കുന്ന, സുഖമായിരിക്കുന്ന ഒരവസ്ഥ. അവിടെ യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസ് ഇല്ല. അലകൾ ഒഴിഞ്ഞ സമുദ്രം പോലെ, കാറ്റും കോളും ഇല്ലാത്ത സമുദ്രം പോലെ, അലയൊഴിഞ്ഞ പോലെയുള്ള ഒരു മനസ്സിന്റെ തലമാണ് യോഗം. അപ്പൊ ഈ യോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപാസനകളെല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പൊ ബ്രഹ്മാണ്ടത്തിലെ ശിവശക്തിയെ പോലെ തന്നെ പിണ്ടാണ്ടത്തിലെ ഒരു തിറ കൂടിയ സർപ്പത്തെ പോലെയുള്ള ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുണ്ടലിനി എന്ന് പറയുന്ന മഹാമായ ഭഗവതി, നാരായണി എന്നൊക്കെ പറയില്ലേ. അമ്മ കുണ്ടലിനി രൂപത്തില് ഓരോ വ്യക്തിയുടെയും, ഓരോ മനുഷ്യന്റെയും ആ ഒരു മൂലാധാരത്തിൽ ഇരിക്കുക. ഈ കുണ്ടലിനി സഹസ്രാരത്തില് ഇടാപിങ്കള നാടിക്കുള്ളിലൂടെ വരുന്ന അമൃത കുടിച്ച് മയങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖങ്ങളായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനാണ് നമ്മൾ ശരിക്കും ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടുന്ന അറിവ് നമ്മളെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുന്നത് എപ്പോഴും വെളിയിൽ നിന്നുള്ള അറിവ് കൊണ്ടാണ്. പക്ഷെ ഈ നമ്മുടെ ബഹിർമുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നമ്മൾ അകത്തോട്ട് തിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? യോഗിമാർ അങ്ങനെയാ ചെയ്യുന്നത്. അവർക്ക് യോഗം കിട്ടണം, ആ ഒരു മനസമാധാനം, സുഖം എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിക്കണമെങ്കിൽ എന്താ യോഗിമാര് ചെയ്യുന്നത്? ശരനൂൽ വിദ്യ എന്ന് പറഞ്ഞാൽ പ്രാണനിയന്ത്രണം എന്നർത്ഥം. ആ പ്രാണനിയന്ത്രണം ചെയ്ത് കുണ്ടലിനിയെ ഉണർത്തും അവര്. പ്രാണനെ നിയന്ത്രിക്കുമ്പോൾ ഈ പറഞ്ഞ ഗുദദ്വാരം അടച്ച് ഇടാപിങ്കള നാഡിയിലൂടെ ഒഴുകുന്ന ആ ഒരു എന്താ പറയാ പ്രാണൻ സുഷുമ്നയിലൂടെ ഉണരുമ്പോൾ ഈ പറയുന്ന പാമ്പ്, ഈ കുണ്ടലിനി ശക്തി ഉണരുമെന്നും അത് തടില്ലത സമുരുചി പോലെ ഈ പറഞ്ഞ സുഷുമ്നയിലൂടെ മേളിച്ചെന്ന് അവിടെ ശിവ സംയോഗം ഉണ്ടാവുമെന്നും അപ്പൊ നമുക്ക് നമ്മുടെ ശരീരബോധത്തെ വിട്ടുപോകും എന്നാണ് ശരിക്കും യോഗശാസ്ത്രം പറയുന്നത്. അപ്പൊ ഈ കുണ്ടലിനിയെ ഉണർത്തുക നമുക്ക് ഈ സാധാരണഗതി യോഗിമാരുടെ തലത്തിൽ അല്ലെങ്കിലും ഈ മന്ത്രതലത്തിലെ കുണ്ടലിനിയെ ഉണർത്താൻ സാധിക്കും. അപ്പൊ ഈ പ്രാണനെ നിയന്ത്രണം ചെയ്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സാധാരണ കുറച്ചുകൂടെ ബുദ്ധിമുട്ടിയ യോഗ വഴിയാണ്. അതേസമയം മന്ത്രങ്ങളിലൂടെ ആധാരശക്തിയെ ക്ലീൻ ചെയ്ത് ഓരോ ആധാരത്തിലിരിക്കുന്ന ഗ്രന്ഥികളുടെ കെട്ടുകൾ അഴിച്ചിട്ട് വേണം ഈ കുണ്ടലിനിയെ മുകളിലോട്ട് കൊണ്ടുപോകാൻ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു വസ്തുതയാണ് ഈ ലളിതാ സഹസ്രനാമം. കാരണം ഇതിന്റെ അർത്ഥം അറിഞ്ഞ് ജപിച്ചു കഴിഞ്ഞാല് ഇത് ശരിക്കും പറഞ്ഞാൽ യോഗവിദ്യയാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത്. ഈ കുണ്ടലിനി ലളിതാ സഹസ്രനാമം കൊണ്ട് തമിഴ്നാട്ടിൽ 3 സിദ്ധന്മാരുടെ കഥ പറയുന്നുണ്ട്. അവർ ഈ ലളിതാ സഹസ്രനാമത്തെ മാത്രം ബേസ് ചെയ്ത് ഈ 1000 നാമങ്ങളെ ജപിച്ച് അവര് കുണ്ടലിനി ഉണർന്ന് ഈ പറഞ്ഞ ആ യോഗം ചെയ്തവരാണ്. അതിനെ 18 സിദ്ധന്മാരില് 18 സിദ്ധന്മാരും ശിവ ഉപാസകരാണ്. അതിൽ 3 പേരുടെ കഥ പ്രത്യേകം പറയുന്നുണ്ട്. ശക്തി ഉപാസകര്, അവർ ആ ശക്തിയെ പ്രത്യേകം തിരിച്ചറിഞ്ഞവരാണ്. അപ്പൊ പരാശക്തി ഈ നമ്മുടെ സഹസ്രാരമാകുന്ന രത്നഘടത്തിന് മുകളിലാണ് തന്റെ രക്തചരണം വച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ അമൃതം എന്ന് പറഞ്ഞാൽ എന്താ? ഈ രത്നത്തെയാണ് നമ്മൾ അമൃതം എന്ന് പറയുന്നത്. നമ്മള് ധ്യാന ശ്ലോകത്തിൽ കണ്ടു ആ ഒരു ദേവിയുടെ ചരണങ്ങൾ ഇരിക്കുന്ന രത്നഘടസ്ഥ രക്തചരണം ധ്യായേ പരാമംബികാം. അപ്പൊ നമ്മുടെ ശിരസിലിരിക്കുന്ന ഈ അമൃതിനെയാണ് രത്നം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്ന ലളിതാ സഹസ്രനാമത്തില്. അപ്പോ അമൃത വിദ്യ, ഈ അറിവ്, ഇത് തന്നെയാണ് അമ്മയുടെ ശരിക്കും പറഞ്ഞ രത്നം, അമൂല്യമായിരിക്കുന്ന അറിവ്. നമ്മുടെ ഈ സഹസ്രാര പദ്മം എന്ന് പറയുന്നത് ശിവന്റെ സ്ഥലമാണെന്നും
അവിടെ ഇരിക്കുന്ന ആ ഒരു സഹസ്രാര പത്മത്തിലിരിക്കുന്ന ഓരോ താമരയ്ക്കുള്ളിൽ ഇരിക്കുന്ന ആ തേനാണ് നമ്മുടെ ജീവനെ നിലനിർത്തുന്നതെന്നും ആ തേൻ അമ്മയുടെ രത്നഘടം, അമ്മ കാല് വെച്ചിരിക്കുന്നത് അതിന്റെ പുറത്താണെന്നും ഉള്ള അറിവ് കൊണ്ട് നമുക്ക് എന്താ തിരിച്ചറിവ്? അതിൽ നമുക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ അറിവ് കിട്ടാൻ കാരണം? അമ്മയുടെ കാലിരിക്കുക, ഭഗവതിയുടെ കാല്, ശിവപാദങ്ങളും ശക്തിപാദങ്ങളും നമ്മുടെ സഹസ്രാരത്തിലായിരിക്കുന്നത്. അപ്പൊ ശിവൻ എവിടെയായിരിക്കുന്നത്? സഹസ്രാര പത്മത്തില്. ദേവി എവിടെയായിരിക്കുന്നത്? മൂലാധാരത്തില്. അപ്പൊ ഈ മൂലാധാരത്തിലിരിക്കുന്ന ദേവിയാണ് നമ്മൾ സഹസ്രാരത്തിൽ കൊണ്ടുവരേണ്ടത്. അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എഫേർട്ട് ആവശ്യമുണ്ട്. അതിനെയാണ് നമ്മൾ ഉപാസന എന്ന് പറയുന്നത്. അപ്പൊ ഈ അമൃതവിദ്യ, ആ അമൃതവിദ്യ, ഈ ഇട പിങ്കള തുറക്കുന്നത് സഹസ്രാര പത്മത്തിലാണ്. അപ്പൊ ഈ ഖേചരി മുദ്ര കൊണ്ട് അതിനെ നമുക്ക് അടയ്ക്കാൻ പറ്റും. യോഗികൾ ഈ അമൃത ഭക്ഷിച്ച അമൃതത്വം പ്രാപിച്ച് ശരിക്കും പറഞ്ഞ ശരീരബോധത്തിൽ നിന്ന് ഉയരും. ഗുരുവിലൂടെ ഈ സത്യത്തെ അറിയണം നമ്മള്. അപ്പൊ ഗുരോർ വാക്യം സദാ സത്യം എന്നാണ്. കാരണം നമ്മള് ആ സത്യമേവ പരമം പദം, ഇതാണ് ശരിക്കും പറഞ്ഞാല് ആ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ പറഞ്ഞു തരുന്ന ഗുരുക്കന്മാര് ആ പരമമായിട്ടിരിക്കുന്ന സത്യത്തെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ദേവി പ്രധാനമായിട്ട് 3 പുരാണങ്ങളാണ് ഉണ്ട് നമുക്ക്. ഒന്ന് ദേവി ഭാഗവതം, സാധാരണ ശ്രീവിദ്യ ഉപാസകർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഒന്ന് ദേവി ഭാഗവതം, ഒന്ന് മാർക്കണ്ഡേയ പുരാണം, ഒന്ന് ബ്രഹ്മാണ്ഡ പുരാണം. ദേവി ഉപാസനകളെല്ലാം തന്നെ താന്ത്രികമാണ്. അല്ല, അത് ബാഹ്യമായിട്ട് ചെയ്യേണ്ട ഉപാസനകളല്ല, ബാഹ്യത്തിലൂടെ ആന്തരികമായിട്ട് വരേണ്ടതാണ്. അപ്പൊ ദേവിക്ക് ഒരു ചതുർമാർഗ ശക്തിപഥം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. 4 മാർഗങ്ങൾ, 4 പ്രധാന ദേവികളെയാണ് ഉപാസിക്കുന്നത്. ഏതൊക്കെയാണത്? കാളി, ത്രിപുര, ഭുവനേശ്വരി, ദുർഗ. ഇതാണ് ചതുർമാർഗങ്ങള്. ഇതിൽ ഏത് ഉപാസിച്ചാലും പരബ്രഹ്മം എന്ന് പറയുന്ന പ്രധാന പദത്തില് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പരബ്രഹ്മം എന്ന് പറയുന്ന ആ ദേവി പരാശക്തിയും പരബ്രഹ്മവും രണ്ടല്ല, ശിവനും ശക്തിയും ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്കിതിനായിട്ട് 4 വഴികൾ ദേവി തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കാളി, അതിന് കാളി കുലം എന്ന് പറയും. രണ്ടാമത്തത് ത്രിപുര സുന്ദരിക്ക് ശ്രീവിദ്യ ഉപാസന, ദുർഗയ്ക്ക് ദുർഗാ സപ്തശതിയിലൂടെ നവരാത്രിയിലെ പ്രത്യേക ആരാധനയുണ്ട്, ഭുവനേശ്വരിക്ക് സൗന്ദര്യ ലഹരി. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ഈ പറഞ്ഞ തന്ത്രശാസ്ത്രത്തിലെ 4 ദേവികളുടെ വഴികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം ഇന്ന് എന്താ പറയാ, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ നിൽക്കുന്നത് ദുർഗയാണ്. ദുർഗയ്ക്ക് കാളി, ലക്ഷ്മി, സരസ്വതി എന്ന ഒരു പ്രത്യേക ഭാവമുണ്ട്. ഇവര് 3 പേരും കൂടെ ചേർന്നതാണ് ദുർഗാ പരമേശ്വരി. കാരണം ദുർഗയ്ക്ക് ഈ ഒരു കലിയുഗത്തിൽ ഒരുപാട് പ്രാധാന്യം വരുന്നുണ്ട്. ഇതിന്റെ 3ന്റെയും കൂടെ സംയോഗം. അപ്പൊ ഈ മൂലമന്ത്രം നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെന്ന് അന്വേഷിച്ചാലും അവിടുത്തെ മൂലമന്ത്രം ദുർഗയുടേതായിരിക്കും. കാരണം ത്രിപുര പരമേശ്വരിയെ അല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്ന ത്രിപുര മാർഗം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ത്രിപുര മാർഗം, ശ്രീവിദ്യ, ശ്രീചക്രം ഇവയൊക്കെ ഈ മാർഗമാണ്. അത് ഒരു പരസ്യ ഉപാസന അല്ല. അതുകൊണ്ട് ഇന്ന് ഒരുപാട് കേരളത്തില് വടക്കോട്ടൊക്കെ ഒരുപാടുണ്ടെങ്കിലും ആളുകൾ ഒരുപാട് വരാൻ മടിക്കും. കാരണം ആളുകൾക്കെല്ലാം ക്ഷിപ്രപ്രസാദിയായിരിക്കുന്ന ദേവിയാണ് വേണ്ടത്. അപ്പൊ ദുർഗ എന്ന് പറയുന്ന കാളി, ലക്ഷ്മി, സരസ്വതി സങ്കല്പത്തില്, അതായത് ത്രിഗുണാത്മികയായിരിക്കുന്ന ഭഗവതി, ലളിതാ പരമേശ്വരി തന്നെ അതേ സ്വരൂപത്തില് 3 ഗുണങ്ങളിലൂടെ പ്രത്യക്ഷമായിരിക്കുന്നതാണ് ദുർഗ. അപ്പൊ ഈ ദുർഗയെ പെട്ടെന്ന് ആ കാര്യസത്യത്തിന് ദുഃഖങ്ങൾ വരുമ്പോ കാളിയെ വിളിക്കുക, ലക്ഷ്മിയെ പഠിത്തത്തിന്, ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് സരസ്വതിയെ ജ്ഞാനത്തിന്, ഇങ്ങനെയൊക്കെ പ്രത്യേകം തിരിച്ചു കണ്ട് നമ്മളിങ്ങനെ പല പല വഴികളിലൂടെ സഞ്ചരിക്കുന്നു. പക്ഷേ ഈ ത്രിപുര മാർഗം എന്ന് പറയുന്നത് ദേവിയെ ഒരിക്കൽ ഉപാസിച്ചാല് ഈ പറയുന്ന ലക്ഷ്മി, സരസ്വതി, കാളി എല്ലാ ഉപാസനയും ചെന്ന് ലയിക്കുന്ന എവിടെയാണ്? ഈ പറയുന്ന മഹാത്രിപുര സുന്ദരിയിലാണ്. കാരണം അമ്മ ഒന്നല്ല, എല്ലാത്തിൻ്റെയും ഇപ്പൊ നമ്മൾ പല കൈവഴികൾ സമുദ്രത്തിൽ എത്തിച്ചേരുന്ന പോലെ ദേവി എല്ലാറ്റിൻ്റെയും മൂലസ്വരൂപമായിട്ട്, മൂലപ്രകൃതി അവ്യക്ത വ്യക്ത സ്വരൂപിണി. അമ്മ മൂലപ്രകൃതിയാണ്. അപ്പൊ ത്രിപുര മാർഗമാണ് ഇതിൽ ഏറ്റവും ഉയർന്നതും ഏറ്റവും ബുദ്ധിമുട്ടുള്ള മാർഗം. അതിനെയാണ് നമ്മൾ ശ്രീവിദ്യ അല്ലെങ്കിൽ ശ്രീചക്ര ഉപാസന എന്നൊക്കെ പറയുന്നത്. ഇതെന്താണ് ഇതിന് ഇത്രയും ഗുഹ്യമായിട്ടിരിക്കാൻ കാരണം? ഇതിന്റെ ഒരുപാട് എന്താ പറയുക, രഹസ്യ മാർഗങ്ങളാണ് ഇതെല്ലാം. അത് നമുക്ക് പരസ്യപ്പെടുത്തി അതിനുള്ള ഗുരുക്കന്മാർ ഇന്ന് വളരെ ദുർലഭമാണ്. അത് പറഞ്ഞു തരുന്നവരില്ല. അതിന് ത്രിപുര സുന്ദരി ദേവിക്ക് അത്തരത്തിലൊരു ഭാരതത്തിൽ പോലും ഒരു പ്രത്യക്ഷ ക്ഷേത്രം ഒരെണ്ണേ ഉള്ളൂ, കാഞ്ചിയില്.
അപ്പൊ കാഞ്ചിയിലിരിക്കുന്ന ദേവി, അതായത് കാഞ്ചി കാമാക്ഷി മാത്രമാണ് ലളിതാ ത്രിപുര സുന്ദരിയുടെ പ്രത്യക്ഷമായിട്ടിരിക്കുന്ന ദേവി. അപ്പൊ ദേവി ഭാഗവതത്തിലെ മണിദ്വീപം എന്ന് പറയുന്ന ഭുവനേശ്വരി സങ്കല്പമാണ്. ഇതെല്ലാം ഒന്നാണെങ്കിലും സങ്കല്പങ്ങൾക്കും മന്ത്രങ്ങൾക്കുമുള്ള വ്യത്യാസമാണ്. ഇപ്പൊ മാർക്കണ്ഡേയ പുരാണം എന്ന് പറയുന്നത് ദുർഗാ സങ്കല്പമാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ശ്രീചക്ര അധിഷ്ഠിതമായിരിക്കുന്ന ത്രിപുരസുന്ദരി ചരിത്രമാണ്. അപ്പൊ ദേവിയുടെ ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നത് എന്താ? ശ്രീചക്രം, ശ്രീവിദ്യ, ശ്രീ ത്രിപുരസുന്ദരി, അതിന് ദേവിയെ എങ്ങനെ ഉപാസിക്കണം, ലളിതാ സഹസ്രനാമം, ഇവയെല്ലാം ഇതിനകത്താ വരുന്നത്. ഇപ്പൊ കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും വെച്ചിരിക്കുന്ന ലളിതാ ത്രിപുരസുന്ദരി അല്ലെ. 3 ഭാവങ്ങളിലാണ് ലളിതാ പരമേശ്വരി ഇരിക്കുന്നത്. കാരണം ഈ ദേവിയുടെ തന്നെ, ഈ ദേവിയെ ഉപാസിച്ചാൽ നമുക്കറിയാം നമുക്ക് മോക്ഷവും ഭോഗവും ഒരുമിച്ച് കൊടുക്കുന്നതാണ്. ഇത് രണ്ടും കിട്ടണമെങ്കിൽ നമുക്ക് മാർഗം കുറച്ച് ദുർഘടമായിരിക്കും ഇല്ലേ. കാരണം ഇതിന് ദുർഗയെ ഉപാസിക്കാൻ പ്രത്യേകിച്ച് മന്ത്രത്തിന്റെ ആവശ്യമില്ല. ദേവിയെ ദുർഗാ സപ്തശതി കൊണ്ട് നമുക്ക് ഉപാസിക്കാം. കാരണം സപ്തശതിയിലെ 700 മന്ത്രങ്ങൾ തന്നെയാണ്. അപ്പൊ ദുർഗയെ ആ ഭാവത്തിൽ കണ്ട് നവരാത്രി 9 ദിവസം ഈ 3 കാളിയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും ഉപാസിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ലളിതാ ത്രിപുരസുന്ദരി എന്ന് പറയുന്ന ദേവി അങ്ങനെയല്ല. കാരണം അമ്മ ശ്രീചക്രത്തിന്റെ അധിഷ്ഠാന ദേവതയാണ്. അപ്പൊ ശ്രീചക്രത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരാള് പറഞ്ഞു തരാൻ വേണം. ഇതിനു മുമ്പ് നടന്നവരുടെ വഴിത്താരിലൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റൂ. കാരണം അവര് പറഞ്ഞു തരുന്നതേ നമുക്കറിയാവൂ. കാരണം ഇത് അവ്യക്തമാണ്, ഗുഹ്യമാണ്, ഗോപ്യമാണ്. അപ്പൊ നമുക്ക് ഗുരുപരമ്പരയുടെ സഹായമില്ലാതെ ദേവിയെ അറിയാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ ശ്രീവിദ്യ ഉപാസന എന്ന് പറഞ്ഞ് മഹത്തായിരിക്കുന്ന ഒരു മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അവിടെ നിന്ന് ഗുരുപരമ്പരയിലൂടെയാണ് എന്താണ് ശ്രീചക്രം എന്നും ആ ശ്രീചക്രവും ശരീരവുമായിട്ടുള്ള ബന്ധം എന്താണെന്നും ആ ശ്രീചക്രത്തിലെ ഉപാസിക്കുന്നത് കൊണ്ട് നമ്മള് അന്തരംഗ ബഹിരംഗ സാധനയിലൂടെ എന്താ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മൾ തിരിച്ചറിയുന്നത് ഞാനാണ് ഈശ്വരി, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ മഹത്തത്വത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് ഈ 9 ആവരണങ്ങൾ കടന്നു പോകണം എന്നുള്ള സത്യത്തെ നമ്മൾ തിരിച്ചറിയാൻ. കാരണം ദേവി ഇതിൽ 3 രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. കാമതയായിട്ട്, ജ്ഞാനതയായിട്ടും മോക്ഷത അല്ലെങ്കിൽ യോഗതയായിട്ട് ഇരിക്കുക ദേവി. 3 രീതിയിൽ ഇരിക്കുന്നു. അപ്പൊ എന്താണ് ഈ 3 രീതിയിൽ? ഇടതുകാലം അടക്കിയിരിക്കുന്ന ദേവി നമ്മൾ ഒരുപാട് പടങ്ങളിൽ കാണാറുണ്ട്. ദേവി ഇടതുകാല് മടക്കി വലതുകാല് ഭൂമിയിൽ കുത്തി ഇരിക്കുന്നു. അപ്പൊ ആ ദേവി ജ്ഞാനം തരുന്ന സ്വരൂപമാണ്. അപ്പൊ വലതുകാല് മടക്കി ഇരിക്കുന്ന ദേവി, വലതുകാല് മടക്കുമ്പോൾ ഇടതുകാല് ഭൂമിയിൽ തൊടുന്നു അല്ലെ. നമുക്ക് പിംഗള നാടിയിലെ സൂര്യനാടി, ചന്ദ്രനാടി, പുരുഷൻ സ്ത്രീ, വലതുഭാഗം പുരുഷൻ, ഇടതുഭാഗം സ്ത്രീ. അപ്പൊ നമ്മള് ഇടതുഭാഗം ഭൂമിയിൽ കുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ദേവി അപ്പം വലതുകാലം അടക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ദേവി നമുക്ക് എന്ത് ആഗ്രഹങ്ങൾ ചോദിച്ചാൽ കാമങ്ങളെ പൂർത്തീകരിക്കുന്ന ദേവി, അതാണ് കാമത. അങ്ങനെ ഇരിക്കുന്ന സ്വരൂപത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ശിവനുമായിട്ട് ചേർന്നിരിക്കുമ്പോഴാണ് കാമതയായിട്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചോദിച്ചാലും തരുന്ന സ്വരൂപത്തില് ശിവ കാമേശ്വരാംഗസ്ഥ, ഭഗവാന്റെ കൂടെ ഇരിക്കുന്ന ദേവി തന്റെ ഉപാസകർക്കും എന്ത് വേണമെങ്കിലും ഭൂമിയിൽ എന്ത് വേണോ ചോദിക്കുക. കാമങ്ങളൊക്കെ എവിടെയാ ഉള്ളത്? ഭൂമിയിലാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനും സാധിക്കാനും ഉള്ളത് അല്ലെ. മോക്ഷമാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന ആ ഒരു സ്വരൂപത്തിൽ സന്തോഷമായിട്ടിരിക്കുന്ന കാമേശ്വരന്മാരായിട്ടിരിക്കുമ്പോൾ എന്ത് ആഗ്രഹങ്ങൾ ചോദിച്ചാലും അമ്മ കൊടുക്കും. ഇനി 3ാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ 2 കാലും മടക്കി പത്മാസനത്തിൽ ഇരിക്കുക. 2 കാലും മടക്കി ദേവി സ്വരൂപം. അതിനെയാണ് നമ്മൾ മോക്ഷത അല്ലെങ്കിൽ യോഗത എന്നൊക്കെ പറയുന്നത്. ശങ്കരാചാര്യ സ്വാമികളെ കാഞ്ചീപുരത്ത് ദേവി അങ്ങനെയാണ്, യോഗതയാണ് അമ്മ. അവിടെ ചെന്ന് നമ്മൾ കാമങ്ങൾ ചോദിക്കാൻ പാടില്ല. ചോദിച്ച അമ്മ തരില്ല. കാരണം യോഗപ്രാപ്തിയോടുകൂടി ഇരിക്കുന്ന ദേവി. 2 കാലും മടക്കിയിരിക്കാന്ന് പറഞ്ഞാൽ ഭൂമി തൊട്ടിട്ടേ ഇല്ല. അപ്പൊ പ്രപഞ്ചവുമായിട്ട് പ്രപഞ്ചാതീതമായിരിക്കുന്ന പരാശക്തിയായിട്ടിരിക്കുന്ന ദേവി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ദേവിയോട് നമ്മൾ എന്താ? അമ്മയുടെ അടുത്ത് ഒന്നും ചോദിക്കണ്ട. അമ്മയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ തന്നെ എന്താ? ജ്ഞാനം. ആ ജ്ഞാനത്തിലൂടെ യോഗത്തെ തരുന്ന ദേവിയാണ് 2 കാലും മടക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് മൂർത്തിയെ അറിഞ്ഞ് ഈ ഒരു ലളിതാ ത്രിപുരസുന്ദരിയെ തന്നെ നമ്മൾ മൂർത്തിയെ അറിഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പൊ ദേവിയുടെ ഏത് മൂർത്തി സ്വരൂപമാണ് നമുക്ക് തരുന്നത്? അല്ല എല്ലാ ദേവിയുടെ മുമ്പിൽ ചെന്ന് എല്ലാം നിന്ന് ചോദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് പരസ്യമാക്കാത്ത, പറഞ്ഞാല് ഉപാസകർക്ക് വേണ്ടി മാത്രം അറിയപ്പെടുന്ന, എന്താ പറയാ, പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിനെയാണ് സീക്രട്സ് ഓഫ് ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമ രഹസ്യങ്ങളുടെ അനാവരണം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപാസകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാത്ത ഒരാൾ ചെന്ന് ഇപ്പൊ എവിടെ തൊഴുതാലും അവർക്ക് എന്താ വേണ്ടത്? അത് ദേവി
ആ രീതിയിൽ കൊടുക്കും. പക്ഷെ ഉപാസനയിൽ അമ്മയെ നമ്മൾ അറിയണം, അമ്മയുടെ വ്യത്യസ്ത മുഖങ്ങൾ. കാരണം അമ്മയെ അറിഞ്ഞാണ് അമ്മയുടെ അടുത്ത് എത്താനുള്ളത്, അല്ലേ? അപ്പൊ മൂർത്തിയെ അറിഞ്ഞ് പ്രാർത്ഥിക്കുക. ദേവിക്ക് പിന്നെന്താ, ബാല, കുമാരി, പ്രൗഢ, വൃദ്ധ, ഇങ്ങനെ 4 ഭാവങ്ങളുണ്ട്. ദേവി കാമതയായിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ ചോദിക്കണം. ദേവി എപ്പോഴാണ് ആഗ്രഹങ്ങൾ തരുന്നത്? ശൃംഗാരരസ സമ്പൂർണ്ണ. ഏറ്റവും ഉയർന്ന രസമാണ് ശൃംഗാരം. എന്താ ശൃംഗാരം എന്ന് പറഞ്ഞ അർത്ഥം? ശൃംഗത്തിന്റെ രസം എന്ന അർത്ഥമുണ്ട്, ശൃംഗത്തിലെ രസം എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഭക്തിയുടെ ശൃംഗം. അല്ലാതെ ശൃംഗാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ സിനിമയിൽ കാണുന്ന ശൃംഗാരമൊന്നും അല്ല ദേവിയുടെ ശൃംഗാരം. നമുക്കെപ്പോഴും നമ്മളുമായിട്ടുള്ള താഴ്ന്ന വസ്തുക്കൾ, പ്രപഞ്ച വസ്തുക്കളെ മാത്രമേ അറിയുള്ളൂ. അമ്മയുടേത് ശൃംഗമാണ്. സുമേരു മധ്യ ശൃംഗസ്ഥ. അമ്മ ഇരിക്കുന്നത് സുമേരു മധ്യശൃംഗത്തിലാണ്. മേരുപർവ്വതത്തിന്റെ മധ്യശൃംഗത്തിൽ ഇരിക്കുന്ന ഭഗവതി. ആ അമ്മയെ അറിയണമെങ്കിൽ ശൃംഗാരരസ സമ്പൂർണ്ണ. ശൃംഗം എന്ന് പറഞ്ഞാല് ഏറ്റവും ഉയർന്ന കൊടുമുടി എന്നർത്ഥം. അപ്പൊ ശൃംഗത്തിലെ രസം എന്താണ്? ഭക്തിയുടെ രസം, അമ്മയോടുള്ള ഭക്തി, അമ്മയോടുള്ള സ്നേഹം, സമർപ്പണം. ആ ഒരു കാമേശ്വരന്റെ ഇടത് തുടയിലിരിക്കുന്ന കാമേശ്വരി. അപ്പൊ ദേവി ഗൃഹസ്ഥാശ്രമിയായിട്ടിരിക്കുകയാണ്. അവിടെയും ദേവി എന്താ, ശിവനുമായിട്ട് ശിവൻ എന്ന് പറഞ്ഞാൽ എന്താ, യോഗേശ്വരനാണ് ഭഗവാൻ. അദ്ദേഹവുമായിട്ട് ചേർന്നിരിക്കുന്ന, അതിനെ നമ്മൾ ശൃംഗാരം എന്നൊക്കെ നമ്മുടെ തലത്തില് നമുക്ക് പറയുമെങ്കിലും ഇത് യോഗത്തിന്റെ അത്യുന്നത അവസ്ഥയാണ്. നമുക്ക് സാധാരണ മനുഷ്യനും ദേവന്മാർക്കും ഋഷിമുനിമാർക്കും കാണാൻ പറ്റുന്ന അവര് ദൃശ്യമായി, അല്ലാത്തപ്പോഴൊന്നും അവരെ കാണാൻ പോലും പറ്റില്ല. അവർ ഈ ഒരു ഭാവത്തിൽ ഇരിക്കുമ്പോൾ, പ്രപഞ്ച നിർമ്മാണത്തിലിരിക്കുമ്പോൾ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സ്വരൂപമാണ് കാമേശ്വര അംഗസ്ഥയായിരിക്കുന്ന കാമേശ്വരി. അപ്പൊ ദേവി, അപ്പൊ നമ്മുടെ സങ്കല്പം എന്താ? ഗൃഹസ്ഥാശ്രമി. അമ്മ ഈ സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുക, ഈ പ്രപഞ്ചത്തെ അനേക കോടി ബ്രഹ്മാണ്ട ജനനി, ഈ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെറിയ മനസ്സുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? നമ്മളെ ഭർത്താവ്, വിവാഹം കഴിച്ച ഭർത്താവ്, കുഞ്ഞുങ്ങളെ, നമ്മുടെ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതവും ദേവിയുടേതായിട്ട് കമ്പയർ ചെയ്യണു. അതെന്താ, അജഗജാന്തരം എന്നൊക്കെ പറയില്ലേ? ആ ഒരു വ്യത്യാസമാണ്. അമ്മ എന്താ പറയാ, അയോനിജയാണ്. അമ്മയുടെ ഈ ഭഗങ്ങള്, അമ്മയുടെ ഭഗം എന്ന് പറയുമ്പോൾ അമ്മയുടെ യൂട്രസ്, ഗർഭപാത്രം, യോനി സങ്കല്പം എന്താ? ഈ ഒരു പ്രപഞ്ച വസ്തുക്കള്, അമ്മ സൃഷ്ടിക്കുന്ന വസ്തുക്കളെല്ലാം പുറത്തു വരുന്ന നാളത്തെയാണ് നമ്മൾ യോനി, മഹായോനി മുദ്ര കാണിക്കുന്നത്. എന്താ? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ പ്രപഞ്ചം മുഴുവനും, അനേക കോടി ബ്രഹ്മാണ്ടങ്ങള്, ഭുവനങ്ങള്, ഈ പറയുന്ന നാമരൂപങ്ങളെല്ലാം പുറത്തു വരുന്നത് എവിടുന്ന്? ആ സോഴ്സിനെയാണ് നമ്മള് യോനി. അല്ലാതെ മനുഷ്യ ശരീരവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ഭഗവാൻ, ഭഗവതി, ഭഗങ്ങളുള്ളത്, ആറ് തലത്തിലുള്ള പൂർണ്ണ ഐശ്വര്യം തികഞ്ഞത്, ഐശ്വര്യം, വിജയം, വീര്യം, ഇങ്ങനെയുള്ള 6 ഗുണങ്ങൾ തികഞ്ഞത്. ദേവിയുടെ ഭഗം എന്ന് പറഞ്ഞാല് ഈ വിശ്വപ്രപഞ്ചമാണ്. അമ്മയെ ഈ വിശ്വപ്രപഞ്ചത്തെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളും ഈ കാണുന്ന നാമരൂപങ്ങളും എല്ലാം അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലാണ്. ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കുള്ളിലാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ചമാണ് ശ്രീചക്രത്തിൽ പൂജ ചെയ്യുമ്പോൾ ശ്രീചക്രം എന്ന് പറയുന്നത് എന്താ? പ്രപഞ്ചാതീതമല്ല, പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വരുന്ന ആ ഒരു തത്വങ്ങൾ, 36 തത്വങ്ങളാൽ നിർമ്മിതമാണ് ശ്രീചക്രം. അതുപോലെ നമ്മുടെ ശരീരം. ഈ ശരീരം എങ്ങനെ വന്നു? ഈ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ ശൂന്യമായിട്ടിരിക്കുന്ന ശിവന്റെ ആ ഒരു എന്താ പറയുക, ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറയാം നമുക്ക്, ഇല്ലെങ്കിൽ ബ്ലാക്ക് എനർജി. അത് എനർജി ആണോ എന്താണ് നമുക്ക് അറിയില്ല. ആ ഒരു തലത്തിൽ നിന്ന്, ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചം വന്നു. എങ്ങനെ വന്നു? അതൊരു വലിയ ചോദ്യമല്ല. ശാസ്ത്രജ്ഞന്മാർക്ക് ഇന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അനേക ഗോളങ്ങൾ ഇന്നും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ആർക്കും എല്ലാം ഒന്നും കണ്ടുപിടിക്കാൻ 99% ഒന്നും കാണാത്തത് 1% കാണുന്നത്. ഈ അമ്മയുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ മഹായോനി, അത് പുറത്തു വരുന്ന സ്ഥലത്തെയാണ് യോനി. ആ വരുന്ന വഴി അതിനെയാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഏറ്റവും മഹായോനി മുദ്ര കൊണ്ട് അമ്മയെ ആരാധിക്കുന്നത്. കാരണം അമ്മ ഞങ്ങളെ കൊണ്ട് ഇതൊന്നും കാരണം ത്രികണ്ഠ, ആ ഒരു യോനി മുദ്രയിൽ നിന്ന് ത്രികണ്ഠത്തിലേക്ക് പോവുക. കാരണം സോഴ്സിൽ നിന്ന് നമ്മളെ ഗുണങ്ങളിലൂടെ, നാമരൂപങ്ങളിലൂടെ 3ആയിട്ട് പിരിഞ്ഞ്, ത്രികണ്ഠ എന്താ? അഗ്നിസ്വരൂപമാണ്, നമ്മുടെ സൂര്യമണ്ഡലമാണ്, ചന്ദ്രമണ്ഡലമാണ്. 3 ഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണങ്ങൾ. ത്രയീയായിരിക്കുന്ന ദേവി, ഏകമായിരിക്കുന്ന സത്യത്തിൽ നിന്ന് നമ്മൾ ത്രികണ്ഠ കൊണ്ട് ദേവിയൊക്കെ, അതിനാണ് ആവാഹന മുദ്ര എന്ന് പറയുന്നത്. ഏകമുദ്രയാണത്. അപ്പൊ ത്രികണ്ഠയായിരിക്കുന്ന, ഏകമായിരിക്കുന്ന ദേവി സർവ്വ യോനി മുദ്രയിലൂടെ അമ്മയെ പ്രദർശിപ്പിക്കുമ്പോൾ അമ്മ എന്താ? ആ യോനിയിലൂടെ പല പല നാമരൂപങ്ങളായിട്ട് ത്രികണ്ഠ രൂപത്തില് ഈ പ്രപഞ്ചത്തെ 3ആയിട്ട്, അഗ്നി, സൂര്യ, സോമമണ്ഡലങ്ങളായിട്ട് കണ്ടുകൊണ്ട് ഈ നാമരൂപങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ ദേവി
എന്താ പറയാ, അപ്പോഴാണ് നമുക്ക് കാമതയായിട്ടിരിക്കുക. അല്ലാത്തപ്പോഴെല്ലാം ദേവി എവിടെയാ ഇരിക്കുന്നത്? യോഗത്തിൽ തന്നെ, ആ പരബ്രഹ്മ സ്വരൂപിണിയായിട്ടിരിക്കുക ശിവന്റെ ഉള്ളിൽ തന്നെ. ഈ സൃഷ്ടിക്ക് വേണ്ടി മാത്രമാണ് ദേവി പുറത്ത്. രണ്ടുപേരും കൂടെ നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് കാണുന്നത്. എപ്പോഴാണോ സെപ്പറേഷൻ വന്നത്, അത് സൃഷ്ടി എന്ന് വിചാരിച്ചോളണം. ഏകമായിരിക്കുന്ന സത്യം എന്ന് പറഞ്ഞാൽ അത് ശിവോഹം തന്നെയാണ്. ഈ ഭവാനി തത്വം എന്ന് പറയുന്നത് ശിവന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നമ്മള് മോക്ഷത്തിന് ആഗ്രഹിക്കുന്നവരെന്താ? രണ്ടു കാലും മടക്കി ശിവനുമായിട്ട്, ശിവനെ തന്റെ ഉള്ളിലേക്ക്, ഭഗവാൻ ശിവൻ തന്നെ അങ്ങനെ നമ്മൾ ദക്ഷിണാമൂർത്തിയായിട്ട് ഇരിക്കുമ്പോൾ തന്റെ ഉള്ളിലെ ശക്തിയാണ് ഉപാസിക്കുന്നത്. ദേവി രണ്ട് കാലും മടക്കിയിരിക്കുമ്പോൾ ദേവി തന്റെ ഉള്ളിലെ ശിവത്വത്തെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ ബാഹ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ദേവി ശൃംഗാരരസ സമ്പൂർണ്ണ. അമ്മ നമ്മളെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ശൃംഗാര സ്വരൂപിണിയാണ്. അല്ല, പാട്ടുകളൊക്കെ കേട്ടിട്ടില്ലേ, ശൃംഗാര രൂപിണി ശ്രീ പാർവതി എന്നൊക്കെ. ഈ ശൃംഗാരം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ എന്താ പറയാ, ഒരു വെറും പരസ്പര ആകർഷണം. ആ തലത്തിൽ ഒരിക്കലും അമ്മയുടെ ശൃംഗാരത്തെ, ഇത് ഏറ്റവും ഉയർന്ന ശൃംഗത്തില്, ഏറ്റവും ഭക്തിയാകുന്ന ശൃംഗത്തില്, ഭക്തി കൊണ്ട് മാത്രം ഒരു ഉപാസകന് അമ്മയെ അറിയാൻ പറ്റുന്ന ഉയർന്ന ശൃംഗത്തിലിരിക്കുന്ന ദേവിയുടെ ആ രസത്തിലാണ് ദേവി പ്രപഞ്ചത്തെ, ഈ പ്രപഞ്ച നിർമ്മാണം നടത്തുന്നത്, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കുന്നത്. ആ രൂപത്തിൽ വേണം അമ്മയെ കാണാൻ. അപ്പോഴാണ് അമ്മയെ നമ്മള് ഗൃഹസ്ഥാശ്രമി എന്ന് വിളിക്കുന്നത്. അമ്മ എപ്പോഴാണ് ഗൃഹസ്ഥാശ്രമി? അമ്മയ്ക്ക് എപ്പോഴാണ് അമ്മ അയോനിജയായിരിക്കുന്ന അമ്മ? എപ്പോഴാണ് അമ്മയ്ക്ക് എന്താ പറയാ, സൃഷ്ടിക്ക് ആഗ്രഹം വരുമ്പോൾ അമ്മ പലതായിട്ട് തീരുന്നതാണ് ഈ വിശ്വപ്രപഞ്ചം. അപ്പൊ അപ്പോഴാണ് നമ്മളെല്ലാം ഉണ്ടാകുന്നത്, ഈ നാമരൂപങ്ങൾ വരുന്നത്. അപ്പൊ ആ ഭാവത്തിലിരിക്കുന്ന അമ്മയോട് നമുക്കെല്ലാം ചോദിക്കാം. അതുകൊണ്ട് ദേവിയുടെ ഭാവം കണ്ട് ചോദിക്കണം എന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. അപ്പൊ രണ്ട് കാലും മടക്കി ഇരുന്നാല് യോഗതയായിട്ടിരിക്കണം. അവിടെ യോഗ പുരോഗതി, അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അമ്മയുമായിട്ട് ശിവശക്തി യോഗം എങ്ങനെ എനിക്ക് സാധ്യമാവും? എൻ്റെ ഈ ചെറിയ മനസ്സുകൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, പരിമിതമായിട്ടുള്ള ലിമിറ്റഡ് ആയിരിക്കുന്ന എൻ്റെ കോൺഷ്യസ് തലത്തെ എങ്ങനെ എനിക്ക് അൺലിമിറ്റഡ് ആക്കി അമ്മയിൽ യോഗം ചെയ്യാൻ പറ്റും? പരമേശ്വരിയായിരിക്കുന്ന ഭഗവതി അമ്മയിലൂടെ ശിവജ്ഞാനപ്രദ, ശിവനെ നമുക്ക് അറിയിച്ചു തരുന്ന ഏക വഴി, സോഴ്സ് എന്ന് പറയുന്ന ദേവിയാണ്. അപ്പോ ദേവിയിലൂടെ നമ്മൾ ഈ ഇങ്ങനെ ഇരിക്കുന്ന കാഞ്ചി കാമാക്ഷി സ്വരൂപത്തിലിരിക്കുന്ന അമ്മയുടെ യോഗ പുരോഗതി, അമ്മയുടെ മുമ്പിൽ നിന്നാ മതി, അവർക്ക് നല്ലൊരു ഉപാസകന് യോഗം ഉണ്ടാകുന്ന പറയുന്നത്. അപ്പൊ ശങ്കരാചാര്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉപാസന കേന്ദ്രമായിരുന്നു കാഞ്ചി. അവിടെയാണ് കാഞ്ചി കാമകോടി പീഠം, ജ്ഞാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണ് കാഞ്ചീപുരം. ഇപ്പൊ നമ്മള് സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീ തന്റെ കുഞ്ഞുങ്ങളെ, സന്താനത്തെ ഇരുത്തുന്ന ഇടത് ഭാഗത്താണ്. കാരണം സ്ത്രീയുടെ ഭാഗം എപ്പോഴും ഇടതാണെന്ന് പറയാറുണ്ട്. അപ്പം കുഞ്ഞിന് ദേവി ജ്ഞാനക്ഷീരം കൊടുക്കുക. അപ്പൊ ഒരു അമ്മ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത് സാധാരണയായിട്ട് കുഞ്ഞു വന്ന് ആവലാദികൾ പറയുന്ന അമ്മയോടാണ്, അല്ലേ? അപ്പൊ നമുക്ക് അമ്മയോട്, ദേവിയോട് മാത്രമേ ഒരു സന്താന ഭാവത്തിലിരിക്കുന്ന നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ പറയാൻ പറ്റൂ. നമുക്ക് ശത്രുദോഷം, ദുഃഖപരിഹാരം, അനുഗ്രഹം, എല്ലാത്തിനും പരിഹാരം ആരാണ്? ഈ ദേവിയാണ്. അപ്പൊ സ്ത്രീയുടെ മുഖമുദ്ര എന്ന് പറയുമ്പോൾ കരുണയാണ്. അപ്പൊ അത് തന്നെയാണ് ദേവി. അപ്പൊ ഈ ശക്തി ഉപാസന എന്ന് പറഞ്ഞാല് സ്ത്രീകൾ തൻ്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും ഒരു പുരുഷനുണ്ട്, എല്ലാ പുരുഷന്റെ ഉള്ളിലും ഒരു സ്ത്രീ ഉണ്ട്. അപ്പൊ ഈ സ്ത്രീയെ തിരിച്ചറിയുമ്പോൾ അതിന് എന്ത് വേണം? നമുക്ക് നമ്മുടെ ഭയം മാറണം. നമ്മുടെ ഉള്ളിൽ പല ഭയങ്ങളാണുള്ളത്. അപ്പൊ ഈ ശാന്തി, സുഖം, ആനന്ദം എന്നിവ ലഭിക്കണമെങ്കിൽ ഭയം മാറിയിട്ട് ഈ മൂന്നും ദേവി തരുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോ കലവും നാമസങ്കീർത്തനം, കലിയുഗത്തിലെ ദേവി ഉപാസനയും ദേവിയുടെ നാമസങ്കീർത്തനവുമാണ് ഏറ്റവും ഉയർന്നത്. നാമജപങ്ങള്. അപ്പം ഐശ്വര്യവും സമാധാനവും കൊടുക്കുന്നത് ദേവി നാമങ്ങളാണ്. അമ്മ എന്നൊന്ന് വിളിച്ചാൽ, അമ്മയുടെ ഒരു നാമം എടുത്ത് അമ്മയെ വിളിച്ച് കരഞ്ഞാല് ആ ഒരു കുഞ്ഞ് കരയുന്നിടത്ത് ഓടിയെത്തുന്നതാണ് അമ്മ. കലിയുഗത്തിൽ അമ്മയുടെ നാമങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സമാധാനം കൊടുക്കും, ഐശ്വര്യം കൊടുക്കും. ദേവി ഉപാസനയെ നമ്മൾ നിഗൂഢ വിദ്യ എന്ന് പറയാൻ കാരണം എന്താ? ഈ ശ്രീചക്രവും ഷഡാധാര ഉപാസനവും കുണ്ടലിനി തത്വമൊക്കെ മാത്രമാണോ? അല്ല, അമ്മ കരുണാമൃത സാഗരയാണ്. ഒരു അമ്മയാണ്, ഒരു കുഞ്ഞിന് അമ്മയാണ്. ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച എല്ലാം അമ്മയുടെ. ഒരു പശുക്കുട്ടി കരയുമ്പോൾ പോലും ജനിക്കുമ്പോൾ അമ്മാന്നാ കരയുന്നത്. എല്ലാവർക്കും മാതൃസ്വരൂപിണിയായിരിക്കുന്ന ദേവി. അല്ലാതെ ദേവിയുടെ ശ്രീചക്ര ഉപാസന കൊണ്ടോ കുണ്ടലിനിയെ ഉണർത്തിയാലേ അമ്മ വരുള്ളൂ, അങ്ങനെയൊന്നും അല്ല. ആ ഒരു നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തിയുള്ള ഒരു മനസ്സിൽ ഓടിയെത്തുന്ന സ്വരൂപമാണ് അമ്മ.
അപ്പൊ ഈ ഭാരതത്തിലെ ഈ 3 ഈശ്വര സങ്കല്പങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വിഷ്ണു, ശിവൻ, ദേവി, നമുക്ക് പണ്ട് ഈ പഞ്ച ആയതന ദേവതകളായിരുന്നു. അതില് ശരിക്കും ഗണപതി, സൂര്യൻ, ഇതിനെ രണ്ടിനും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ശിവനും വിഷ്ണുവും ദേവിയും. അപ്പോ ഈശ്വര സങ്കല്പം നമുക്ക് എപ്പോഴും ഇത് മൂന്നുമായിരുന്നു. അതിൽ വിഷ്ണു, ശിവൻ, ദേവിയില് 3 മാർഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 3 ഉപാസന എന്ന് പറഞ്ഞാല് 3 മാർഗങ്ങളാണ്. ഒന്ന് ഭക്തിയോഗം, ഒന്ന് ജ്ഞാനയോഗം, ഒന്ന് കർമ്മയോഗം. അപ്പൊ ഈ കർമ്മയോഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിയായോഗം, കർമ്മയോഗത്തെ തന്നെയാണ്. കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലെ കണ്ടു നമ്മൾ, മനസ്സുകൊണ്ട് ചെയ്യുന്നതും ശരീരം കൊണ്ട് ചെയ്യുന്നതും. അപ്പൊ കർമ്മങ്ങളെല്ലാം തന്നെ ക്രിയകളാണില്ലേ? അതിനെ ക്രിയായോഗം എന്നും പറയും. അപ്പൊ വിഷ്ണുവിന് ഏറ്റവും പ്രിയം എന്താണെന്ന് ചോദിച്ചാല് ഭക്തി മാർഗമാണ്. ഭഗവാനെ അലങ്കാരപ്രിയനാണ്, സൗന്ദര്യമുള്ളതാണ്. ഭഗവാനെ കണ്ട് ഈ ഭക്തിയിലൂടെ വേണം ഭഗവാനെ ആരാധിക്കാൻ. നമുക്കറിയാം ഉദാഹരണം, വില്ലുമംഗലത്ത് സ്വാമിയാര്, കുറൂരമ്മ, ഇവരൊക്കെ ഭക്തിയിലൂടെ ഭഗവാനെ ആരാധിച്ചവരാണ്. ശിവനാണെങ്കിലോ, ശിവൻ ജ്ഞാനമാർഗാണ്. ശിവന്റെ ശരീരം എന്ന് പറയുന്നത് ജ്ഞാന വപുസാണ്. അപ്പൊ ശിവലിംഗ തത്വം എന്തൊക്കെ? എന്താ? ശിവലിംഗം എന്ന് പറഞ്ഞാൽ തന്നെ ലിംഗം എന്ന് പറഞ്ഞ അടയാളം, ജ്ഞാനത്തിന്റെ സ്വരം, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന തത്വത്തെ ഒരു ലിംഗ രൂപത്തിൽ, അടയാള രൂപത്തിൽ കാണിച്ചു തരുന്നതാണ് ശിവൻ, അതായത് ശിവലിംഗം. അപ്പൊ ശിവനെ നമ്മൾ അറിയണമെങ്കിൽ ജ്ഞാനത്തിലൂടെ മാത്രമേ ശിവനെ അറിയാൻ പറ്റുള്ളൂ. എന്നാൽ ദേവിക്ക് പറഞ്ഞിരിക്കുന്നതാണ് ക്രിയാമാർഗം. ക്രിയാമാർഗം അല്ലെങ്കിൽ കർമ്മമാർഗം. എന്താണ് കർമ്മമാർഗം? പതഞ്ജലി യോഗം, ശ്രീചക്ര പൂജ, ശ്രീവിദ്യ ദീക്ഷ. വളരെ പ്രയാസമാണല്ലേ ശക്തി ഉപാസന? കാരണം ഇത് അവർക്കുള്ളതാണ്. കാരണം സിദ്ധികൾ തരുന്നത് ദേവിയാണ്. നമുക്കറിയാം ശ്രീചക്രത്തിന്റെ ഏറ്റവും ആദ്യത്തെ ആവരണത്തിലിരിക്കുന്ന ആ 10 സിദ്ധി ദേവതമാര്, അണിമ, ലഘിമ തുടങ്ങിയ ഇവരാണ് നമുക്ക് മനുഷ്യന് പ്രപഞ്ചത്തില് സിദ്ധികളെ കൊടുക്കുന്നവര്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്ത് വളരെ കുറച്ചു പേരെ വന്ന് ചേരുകയുള്ളൂ എന്ന് പറയുന്നത്. ഈ സിദ്ധികൾ കിട്ടണമെങ്കിൽ നമുക്ക് ഈ യോഗമാർഗത്തിൽ, അതായത് ക്രിയാമാർഗത്തില്, കർമ്മമാർഗത്തിൽ നമുക്ക് ഭഗവത്ഗീതയിലെ 3 പ്രധാന യോഗങ്ങൾ എന്താ? കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം. ഇത് 3 ഈശ്വരന്മാരെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ദേവിയുടെ കർമ്മമാർഗം ക്രിയാമാർഗത്തിലൂടെ ചെല്ലുമ്പോൾ നമുക്ക് എവിടെയാ എത്തുന്നത്? ജ്ഞാനമാർഗമാകുന്ന ശിവനിലാണ് എത്തുന്നത്. അപ്പൊ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ശിവനും വിഷ്ണുവും വിഷ്ണുവും ദേവിയും രണ്ടല്ല. അമ്മ വിഷ്ണു രൂപിണിയാണ്, നാരായണിയാണ്. ഇവിടെ വിഷ്ണുവും ദേവിക്ക് എന്താ വ്യത്യാസം? മുകുന്ദന്റെ ദേവി സ്വരൂപമാണ് ദേവി. അപ്പൊ ഇത് വിഷ്ണുവും ദേവിയും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ നമ്മൾ ഈ ക്രിയാമാർഗത്തിലൂടെ പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ജ്ഞാനമാർഗമാകുന്ന ശിവതത്വത്തിലാണ്. അപ്പൊ ശിവതത്വം എന്ന് പറഞ്ഞാല് എന്നെ ഞാൻ അറിഞ്ഞു, ശിവോഹം. അപ്പൊ നമുക്ക് കർമ്മങ്ങള് നല്ലവണ്ണം ശുദ്ധമായാൽ മാത്രമേ ഈ കർമ്മമാർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. ഈ ശക്തി ഉപാസനയ്ക്ക് മാത്രമാണ് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉള്ളത്. അത് വളരെ പ്രയാസമാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്താ? മോക്ഷപ്രദയാണ് ദേവി. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടിയാലും രണ്ടും നമുക്ക് കിട്ടും. ഈ ജീവിതം ഈ പ്രപഞ്ചത്തിൽ സുഖമായിട്ട് ജീവിക്കുക മാത്രമല്ല, അവസാനം മോക്ഷവും നമുക്ക് തരും. അതുകൊണ്ട് ഈ മാർഗം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട്, ദുർഘടമായതുകൊണ്ട് ഇതിൽ കുറച്ചു പേരെ വന്നു ചേരുള്ളൂ. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ഒരു ദ്വീപിൽ നിന്ന് വേറൊരു ദ്വീപിലേക്കുള്ള യാത്രയാണ്. നമുക്ക് ഒരു ദ്വീപിൽ നിന്ന് വേറൊരു ദ്വീപിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടയ്ക്ക് വെള്ളം ഉണ്ടാവും അല്ലേ? ആ വെള്ളത്തെ തരണം ചെയ്ത് അതിലൂടെ അപ്പുറം കടന്നു വേണം അടുത്ത ദ്വീപിൽ എത്തിച്ചേരാൻ. അപ്പൊ ഈ ദേവി ഉപാസന എന്ന് പറയുന്നത് ശരിക്കും നല്ലവണ്ണം അറിഞ്ഞതിന് ശേഷം വേണം പ്രവേശിക്കാൻ. അതുകൊണ്ടാണ് ഈ ദേവി ഉപാസനയ്ക്ക് ഇത്രയും ആമുഖങ്ങൾ പറയുന്നത്, അമ്മയുടെ ഇത്രയും രഹസ്യ കാര്യങ്ങളൊക്കെ പറയുന്ന കാരണം ഓരോന്നും അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ആവരണ മാറ്റം ഉണ്ടാവുള്ളൂ. നമുക്ക് ഓരോ മനുഷ്യന്റെയും ഈ പറഞ്ഞ ആണവ മായിക കാർമിക മലങ്ങളാകുന്ന മലത്രയങ്ങളായിട്ടുള്ള ആവരണങ്ങളുണ്ട്. ആവരണം, വിക്ഷേപം, വളരെ പ്രധാനപ്പെട്ട 2 വാക്കുകൾ. നമ്മളിപ്പോ ഈവൻ തന്ത്രത്തിലും പറയുന്നുണ്ട്, വൈദികമായിട്ട് പറയണമെങ്കിലും ഈ ആവരണ വിക്ഷേപങ്ങൾ. എന്തുകൊണ്ടാണ് വിക്ഷേപം ഉണ്ടാകുന്നത്? ആവരണം ഉള്ളതുകൊണ്ട്, അവിദ്യ ഉള്ളതുകൊണ്ട്, അജ്ഞാനം ഉള്ളതുകൊണ്ടാണ് വിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. അതില്ലാതിരിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് ഉപാസന ലക്ഷ്യമാക്കി പോകും. ഇത് സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും ആരും പറയാറില്ല. നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ച് ഉപാസനയുടെ ഓരോ മാർഗത്തില് അനേക വർഷങ്ങൾ തപസ് ചെയ്ത്, വായിച്ച്, പഠിച്ച്, കേട്ട്, കർമ്മങ്ങൾ ചെയ്ത്, പൂജിച്ച് നമ്മൾ അറിയേണ്ടുന്ന സത്യങ്ങളാണ് ഇന്ന് 1.5 മണിക്കൂറിലൂടെ ഈ സ്പൂൺ ഫീഡ് ചെയ്യുന്ന, എന്താ പറയുക, സാധാരണ പനി വരുമ്പോൾ ഒരു ക്യാപ്സ്യൂൾ കഴിക്കുന്ന പോലെ മരുന്നുകൾ. എത്ര പേരുടെ ശ്രമമാണ് ഒരു മരുന്ന്, ഒരു ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ഒരു
പാരാസെറ്റമോൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ഫാക്ടറിയിൽ പലതരത്തിലുള്ള മരുന്നുകൾ ചേർന്ന് ഒരു ഗുളിക രൂപത്തിൽ കിട്ടുമ്പോൾ നമ്മളൊരു തലവേദന വന്ന് ഒരു ഗുളിക എടുത്ത് വിഴുങ്ങി ആ തലവേദന പോയി. അതുപോലെ ഉള്ളതല്ല ഈ തന്ത്രശാസ്ത്രം. ഇപ്പൊ നിങ്ങൾക്ക് ഈ കിട്ടുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ക്യാപ്സ്യൂൾ രൂപത്തില് പല പല ശാസ്ത്രങ്ങളിൽ നിന്നുള്ള അറിവാണ്. അത് വളരെ ഈ പറഞ്ഞ എന്താ പറയുക ടോണിക്ക് പോലെ സ്പൂണിലെടുത്ത് കുടിച്ച് കേട്ട് കഴിഞ്ഞത് വിട്ടു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതെന്ത് ചെയ്യണം? മരുന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കണം, നമ്മുടെ ഭവരോഗത്തെ ഇല്ലാതാക്കണം. ദേവി അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത്. കാരണം ഇപ്പൊ ഈ ഒരു കൊറോണ സമയത്ത് നമുക്ക് പലതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഈ സമയമെങ്കിലും നമുക്ക് നല്ലതായിട്ട് ഉപാസനാ മാർഗത്തില് നല്ലവണ്ണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള ക്ലേശങ്ങളെ നമ്മൾ അതിക്രമിച്ചുകൊണ്ട് ഈ പറയുന്ന എല്ലാവർക്കും ഈ ഒരു എന്താ പറയാ ഇത്രയും അറിവുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന എന്തിനാണ്? ഈ ഉപാസനയിൽ നമ്മൾ ഉയർന്നു പോകാനാണ്. ആ ലക്ഷ്യം നമുക്ക് എപ്പോഴും എന്താ പറയുക ആ ദേവിയായിരിക്കണം. ഈ ഉപാസന ലക്ഷ്യം നല്ലവണ്ണം അറിഞ്ഞതിന് ശേഷമേ നമ്മൾ പ്രവേശിക്കാൻ പാടുള്ളൂ. കിട്ടിയതിനെയൊക്കെ മനനം ചെയ്യണം. മനനം ചെയ്തതിന് നിധിധ്യാസനം ചെയ്ത് ഉറപ്പിച്ചോണം. കാരണം ലളിതാ സഹസ്രനാമം വായിച്ചോ കേട്ടോ കളയേണ്ടതല്ല, അതിനെ ഉപാസിക്കേണ്ടതാണ്. ജീവിതത്തിൽ എല്ലാം തരുന്ന ആ ഒരു അസാമാന്യമായിട്ടുള്ള ഒരു കഴിവ് ലളിതാ സഹസ്രനാമത്തിനുണ്ട്. ഒരു സാധാരണ ഒന്നും അറിയാത്ത ഒരു വ്യക്തി എടുത്ത് വായിച്ചാൽ പോലും അവർക്ക് ഫലങ്ങൾ കിട്ടുമെങ്കിൽ ഒരു ഉപാസകൻ വായിച്ചാൽ അവർക്ക് കിട്ടുന്ന ആ ഒരു ഫലം എത്രയായിരിക്കും ആലോചിച്ച് നോക്കൂ. കാരണം ഇത് മാലാമന്ത്രമാണ്. മാലാമന്ത്രം എന്ന് പറഞ്ഞാൽ മാല പോലെ യോജിപ്പിച്ച് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും എങ്ങനെയാണോ ഭഗവാൻ മാലയിൽ കോർത്തിരിക്കുന്ന പോലെ ആ അദൃശ്യമായ ഒരു ശക്തിയില് നാമരൂപങ്ങളെയെല്ലാം കോർത്തിരിക്കുന്നത്, അതുപോലെ ഈ ദേവീ ശക്തിയാകുന്ന ആ ഒരു മാല അദൃശ്യമായിരിക്കുന്ന ചരടില്, അമ്മയാകുന്ന ചരടില് നമ്മൾ ഓരോരുത്തരും കോർത്തിരിക്കുകയാണ് എന്നുള്ള സത്യത്തിലുള്ള തിരിച്ചറിവാണ് ഈ മാലാമന്ത്രം നമുക്ക് തരുന്നത്. അതിന് അത്രയും ശ്രദ്ധയോടുകൂടി പഠിക്കണം. അത്രയും ആഴത്തിൽ നിന്ന് മുത്തുകൾ എടുക്കണം നമ്മൾ. കാരണം പ്രപഞ്ച ഉത്പത്തിയുടെ ബിന്ദുവില അന്വേഷണം ചെന്ന് നിൽക്കുന്നത്. നമ്മുടെ ഈ ജന്മത്തിലല്ല, ഇനി അനേക ജന്മം കിട്ടിയാൽ പോലും മനുഷ്യന്റെ ബുദ്ധിക്കോ അവന്റെ ഇന്റലിജൻസിനോ ചെന്ന് ചേരാൻ പറ്റാത്ത അദൃശ്യമായിരിക്കുന്ന അതീന്ദ്രിയമായിരിക്കുന്ന എന്താ പറയുക ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ബിന്ദു, ഒരു കേന്ദ്രമുണ്ട്, അമ്മയുടേതായിരിക്കുന്ന ഒരു ബിന്ദു. ആ ബിന്ദു കേന്ദ്രത്തിൽ നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റും? എത്ര ശ്രദ്ധയാണെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ? പറ്റും. പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, പറ്റും എന്ന് തന്നെയാണ് യോഗികൾ പറയണത്. പക്ഷേ അതിന് ആഴത്തിൽ മുങ്ങി തപ്പേണ്ടതായിട്ടുണ്ട്. അതിന് അത്രയും ശ്രദ്ധ വേണം, ഉപാസന വേണം, നമ്മുടെ കർമ്മശുദ്ധി വേണം. നമ്മുടെ ജീവിതത്തില് നമ്മുടെ സ്വഭാവത്തിന് വരുന്ന മാറ്റം എല്ലാം ത്യജിക്കാനുള്ള ഈ പാശങ്ങൾ എന്തിനോടൊക്കെയാണോ ചേർത്ത് വെച്ചിരിക്കുന്നത് അതിനെയൊക്കെ വിടണം. ഇവിടെ മരത്തിൽ കെട്ടിയിട്ടുകൊണ്ട് ഈ ഭൂമിയാകുന്ന ഈ നിസ്സാരമായിരിക്കുന്ന ഈ പ്ലാനറ്റ്, അതിലിരിക്കുന്ന ചെടികൊടികളോടും കുറച്ച് വസ്തുക്കളോടും നമ്മൾ ശരീരവുമായിട്ട് ചേർന്ന കുറെ ബന്ധങ്ങളോടും നമുക്കറിയാം ഓരോരുത്തരും ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടി പോവുകയാണ് അല്ലേ? നമ്മളെ കാണപ്പെടുന്നവരൊന്നും ഇന്നില്ല, ഇന്നുള്ളവര് നാളെ ഇല്ല. ഇത് നമുക്കൊരു വലിയ അത്ഭുതം. ഒരു മജീഷ്യൻ, ഇവരൊക്കെ എവിടെ പോയി? കാലത്തിന്റെ തിരശ്ശീലയ്ക്കുള്ളിൽ ഇവരെ എവിടെ മറഞ്ഞു പോയി? നമ്മൾ കണ്ട നമ്മുടെ ആ ഒരു നമ്മളുമായിട്ട് ചേർന്നിരുന്നവര്, ഭർത്താവ്, ഭാര്യ, അച്ഛൻ, അമ്മ, മക്കള്, സുഹൃത്തുക്കള്, ഇവരെവിടെയാ? ഇന്നലെ കണ്ടവർ ഇന്നില്ല. ആ ഒരു ശൂന്യത, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഈ കാണപ്പെടുന്നത് ഒന്നും തന്നെ എന്താ വളരെ ക്ഷണികമാണ്. ഒന്നും കാലത്തിന്റെ ആ പ്രവാഹത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഞാനും ഈ പറയുന്ന ഞാനും നിങ്ങളും എല്ലാം തന്നെ ഈ പ്രവാഹത്തില് ഈ സ്വരൂപത്തെ നഷ്ടപ്പെടും. പക്ഷെ നഷ്ടപ്പെടാത്ത ഒരു സ്വരൂപം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് ആഴത്തിൽ മുങ്ങിത്തപ്പിയാലേ ഈ മുത്തുകൾ കിട്ടുള്ളൂ എന്ന് പറയുന്നത്. കാരണം പ്രപഞ്ചത്തിന്റെ ഒരു ഉത്പത്തിയുടെ സ്ഥലത്ത് എത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അവിടെ എത്തുമ്പോൾ നമുക്ക് അറിയുന്നവനും അറിവും അറിയപ്പെടേണ്ട വസ്തുവും എല്ലാം ഒന്നായിട്ട് തീരുക. അതുകൊണ്ടാണ് ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം. നമ്മളെ കൊണ്ട് അത് പറ്റുമോ എന്ന് ചിന്തിച്ചു പോകും. അയ്യോ, ഈ പ്രപഞ്ചത്തിന്റെ സോഴ്സോ അതെങ്ങനെ കണ്ടുപിടിക്കാം? കാരണം ചെറിയ ഒരു ബിന്ദുവിൽ നിന്നാണ് ഈ പറയുന്ന ഇത്രയും ബൃഹത്തായിരിക്കുന്ന നാമരൂപങ്ങൾ വന്നത്. നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ കൊണ്ട് ഒരു സ്ഥലം പോലും നമ്മളെ കൊണ്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഹിമാലയത്തിന്റെ കൊടുമുടികളുടെ പൊക്കമോ അറബിക്കടലിന്റെ ആഴമോ മനസ്സിലാക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. പിന്നെയാണോ പ്രപഞ്ചത്തിന്റെ സോഴ്സ്? പക്ഷെ അങ്ങനെ ഒരു സോഴ്സ് ഉണ്ടെന്നും
ഈ പ്രപഞ്ചത്തെ അതിക്രമിച്ച് നിൽക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തി ഒരു ദ്വീപിലെ മണിദ്വീപം എന്ന് പറയുന്ന ആ ഒരു മണിദ്വീപിലെ ചിന്താമണി ഗൃഹത്തിലെ ശ്രീനഗരത്തിലെ ചിന്താമണി ഗൃഹാന്തസ്ഥയായിട്ട് ഒരു ഭഗവതി ഉണ്ടെന്നും ആ സോഴ്സ് അവിടെയാണ് ചെന്ന് നിൽക്കണമെന്നും നമുക്ക് ഈ ശ്രീവിദ്യ ഉപാസനയിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞോളണം. ആ അന്വേഷണം ചെന്ന് നിൽക്കുന്ന അവിടെയാ. അവിടെ ചെല്ലുമ്പോഴാണ് അന്വേഷിച്ചു പോകുന്ന ആൾ ആരുമല്ല, അമ്മയെ അന്വേഷിക്കുന്ന ആരാ? ഈ പറയുന്ന വ്യക്തിബോധമായിരിക്കുന്ന ഞാൻ. ആ ഡ്യുവാലിറ്റിയിൽ എനിക്ക് തോന്നിയ വെറും ഒരു ഭ്രമമായിരുന്നു, കയറില് പാമ്പ് പോലെയുള്ള ഒരു തോന്നലായിരുന്നു, ആഭാസമായിട്ടിരിക്കുന്ന. ആ ഭാസിക്കുന്ന വസ്തു വേറെ, ആഭാസമായിരിക്കുന്ന പ്രതിബിംബം വേറെ. അപ്പൊ ഞാനൊരു പ്രതിബിംബമായിരുന്നുവെന്നും ഞാനൊരു നീർക്കുമളായിരുന്നുവെന്നും ഞാൻ സാഗരത്തിന്റെ ഭാഗമായിരുന്നുവെന്നും നമ്മുടെ ഉപാസനയിലൂടെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അവിടെ നാമരൂപങ്ങൾ അസ്തമിക്കുക. അപ്പൊ സാഗരത്തിന്റെ വെറും അലകളും കുമിളകളുമായിരിക്കുന്ന നാമരൂപങ്ങൾ അത് ഒരു ദിവസം കുറച്ച് ഏതാനും മണിക്കൂറുകൾ സമയത്തേക്ക്, ഏതാനും വർഷങ്ങൾ ജീവിതം നമുക്കൊരു രൂപം തന്നു വിട്ട ആ യഥാർത്ഥ സോഴ്സ് എന്ന് പറയുന്നത്, ഇതിന്റെ എല്ലാം ഉത്ഭവസ്ഥാനം ഈ പരാശക്തിയാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ പിന്നെ എന്ത് അറിവാണ് നമുക്ക് കൂടുതൽ കിട്ടേണ്ടത്? അപ്പൊ അറിയപ്പെടുന്നവനും അറിയേണ്ടുന്ന എന്തിനെയാണോ അറിയുന്നതും ആ അറിവ്, അതാണ് ജ്ഞാനയാത്രജ്ഞേയങ്ങള്. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, നോളജ്. ഈ ത്രിപുടി മുടിയണം. അതിന് എന്ത് വേണം? ആ ഒരു ഓംകാരത്തെ, പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞ, ഈ പ്രണവത്തെ ഉണർന്നാലേ പിറപ്പ്, ഈ ജനനമരണ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ. അപ്പൊ പ്രണവം ഉണരണം. ഓംകാര ശബ്ദത്തിന്റെ ആ ഒരു പ്രണവ സ്വരൂപം എവിടുന്നാണ് ഈ നാദം വരുന്നത്? ആ സോഴ്സിൽ നിന്നാണ് അത് വരുന്നത്. ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്ന ആ പ്രണവം പ്രകർഷേണ നവം, എന്നും പുതിയതാണ്. നമ്മൾ വയസ്സാകുന്നു, കാലത്തിലൂടെ ശരീരത്തിന് മാറ്റങ്ങൾ വരുന്നു, നാമരൂപങ്ങൾ ഇല്ലാതാകുന്നു, വീണ്ടും വന്നു പോകുന്നു, ഇല്ലേ? പക്ഷെ എപ്പോഴും പുതിയതായിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതാണ് പ്രണവമന്ത്രം. അപ്പൊ ആ പ്രണവം ഉണർന്ന് ആ പിറപ്പൊഴിയണം. ജനന മരണ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് എന്നേക്കുമായിട്ടുള്ള ഒരു മോചനം വേണം. പിറപ്പൊഴിഞ്ഞ ഗുരുജന സേവയിൽ. നമ്മുടെ ഗുരുക്കന്മാർ അതായിരുന്നു, പ്രണവത്തെ ഉണർന്നവരായിരുന്നു. അവരെ സേവിക്കണം. അവര് പറഞ്ഞ ആ ഒരു ശാസ്ത്രങ്ങളെ പഠിച്ച് നമ്മൾ ഉൾക്കൊള്ളണം. ഉൾക്കൊണ്ടിട്ട് എന്താ, നമുക്കും ഈ പിറപ്പൊഴിയണ്ടേ? ഈ ജനന സംസാര ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം വേണ്ടേ? സംസാരം എന്നും ദുഃഖമാണ്. അത് സുഖം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു നിമിഷത്തേക്ക് കിട്ടുന്ന സുഖം പിറ്റേ ദിവസം നമുക്ക് ദുഃഖമായിട്ട് തീരുന്നുണ്ട്. ശാശ്വതമായിട്ടുള്ള സുഖം പ്രപഞ്ചത്തിലുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇവിടെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ജഗത്ത് എന്ന് പറഞ്ഞാല് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുക. നമ്മുടെ ശരീരവും ഇന്ന് കാണുന്ന മനസ്സല്ല നാളെ, ഇല്ലേ? ഒന്നിനെ നമുക്ക് സ്റ്റേബിൾ എന്ന് പറയാം. എവറിത്തിങ് അൺസ്റ്റേബിൾ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ശാശ്വത സുഖം കിട്ടാനാണ്? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മുടെ ദഹരാകാശത്തില്, നമ്മുടെ ഉള്ളില് ശാശ്വതമായിട്ട് സുഖം തരുന്ന ഒരു കേന്ദ്രമുണ്ട്. തന്ത്രശാസ്ത്രം പറയുന്നു അത് സഹസ്രാരത്തിലാണെന്ന്, വേദം പറയുന്നു ഹൃദയപത്മത്തിലാണെന്ന്. എവിടെയോ ആയിക്കോട്ടെ, നമ്മുടെ ശരീരത്തിലാണല്ലോ ആ ഒരു കേന്ദ്രമുണ്ട്, ഒരു സുഖത്തിന്റെ കേന്ദ്രം. അപ്പൊ നമ്മൾ ശ്രീചക്രം വെച്ച് നോക്കണമെങ്കിൽ സർവാനന്ദമയ ചക്രം, അത് ശിരസിലാണ്. സഹസ്രാരപത്മത്തിലെ ശിവശക്തി സംയോഗമാണ് അവിടെ. നമ്മൾ വേദപരമായിട്ട് നോക്കണമെങ്കിൽ അഷ്ടതാ പ്രകൃതി, 8 ദളങ്ങളോട് കൂടിയിരിക്കുന്ന ആ ഹൃദയപത്മത്തിലാണ് അങ്കുഷ്ടാഭ്യം പുരുഷൻ, ജീവാത്മാവ് ഇരിക്കുന്നത് അവിടെയാണ്. അപ്പൊ എവിടെയാണെങ്കിലും നമ്മുടെ ശരീരത്തിലാണ്. അത് മാത്രമാണ് ശാശ്വതമായിരിക്കുന്ന സുഖത്തിന്റെ കേന്ദ്രമെന്ന് നമ്മൾ അറിയണം. അപ്പോ ഈ അറിവ് എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കണം. ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ ഉപാസനയിലൂടെ, നിത്യ ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ, അറിവിലൂടെ, ശാസ്ത്ര പഠനത്തിലൂടെ നമ്മൾ നേടിയെടുത്തോളണം. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന 183 വരികളിലെ 1000 നാമങ്ങള്, ഇത് നമ്മളെ പല വഴിയിലൂടെ, നമ്മളെ ഏത് അഴുക്ക് ചാലി കൂടെ ആണെങ്കിലും, ഓടയിൽ കൂടെ ആണെങ്കിലും, നല്ല തെളിഞ്ഞ തേനരുവിയിൽ കൂടെ ആണെങ്കിലും എത്തിച്ചേർക്കുന്നത് എവിടെയാ? ഒരു മഹാസമുദ്രത്തില്. ആ സമുദ്രത്തിൽ ചെല്ലുമ്പോൾ അശുദ്ധങ്ങളെല്ലാം മാറി അത് ശുദ്ധമായിട്ടുള്ള ജലം, ഉപ്പുജലമായിക്കോട്ടെ. ഈ ഉപ്പുജലമാണല്ലോ ഈ സൂര്യന്റെ രശ്മികളേറ്റ് ആകാശത്ത് നിന്ന് നല്ല ശുദ്ധജലമായിട്ട് മഴയായിട്ട് വർഷിക്കുന്നത്. അപ്പൊ ഏതിനും ഒരു മാറ്റം അനിവാര്യമാണ്. അപ്പൊ ഈ ഉപ്പ് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അത് തപിക്കണം. സൂര്യന്റെ രശ്മികളേറ്റത് ബാഷ്പീകൃതമാവണം. അത് മോളിപ്പോയി അത് കാറ്റിലൂടെ, അത് മഴയായിട്ട് മേഘങ്ങളിലൂടെ, അവരിക്കുന്ന ആത്മാക്കളിലൂടെ വീണ്ടും ഭൂമിയിൽ വരണം. ഇതാണ് ജനനചക്രം, ജനന മരണചക്രം. മരണം ഇവിടെയാണ്. പഞ്ചഭൂതങ്ങള് എന്താണോ ഉണ്ടാക്കിയിരിക്കുന്ന ആ പഞ്ചഭൂതമായിട്ട് ആ ഒരു പഞ്ചവൽക്കരിക്കപ്പെട്ട ശരീരത്തെ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആകാശ തത്വത്തിലേക്ക് പോവാണ്.
ഈ ജലം എങ്ങനെയാണോ നീരാവിയായിട്ട് ആകാശത്ത് പോകുന്നത്, ഈ ജലത്തിലൂടെ തന്നെ നമ്മുടെ ആത്മാക്കൾ എന്ത് ചെയ്യണം? ആ ആകാശത്ത് നിന്ന് ഭൂമിയിലെത്തണം. ഭൂമിയിലെത്തിയാലേ വീണ്ടും ജനന മരണ ചക്രങ്ങളിൽ പ്രവേശിക്കാൻ പറ്റൂ. ജനനം എന്ന് പറയുന്ന ആ ഒരു അസ്തിത്വമില്ലായ്മ. കാരണം അത് എപ്പോ വേണമെങ്കിലും ഈ ശരീരത്തെ ഉപേക്ഷിക്കാം. ഈ എടുക്കുന്ന ദേഹത്തെ എപ്പോ വേണമെങ്കിലും ഉപേക്ഷിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അവിടെ ചോദ്യോത്തരങ്ങളൊന്നുമില്ല. 5 വയസ്സ് 10 വയസ്സ് ഒന്നുമില്ല. 100 വയസ്സൊക്കെ കർമ്മങ്ങൾ അനുസരിച്ചിരിക്കും. അപ്പോ വരുന്നതും പോകുന്നതും ആരുടെ ഇഷ്ടമാണ്? ദേഹി. അപ്പൊ ദേഹി ആരാണ്? ജീവാത്മാവ്. ജീവാത്മാവ് പരമാത്മാവിന്റെ അതേ എന്താ പറയാ പ്രതിബിംബമാണ്. അപ്പൊ നമ്മുടെ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് ആ ഒരു ചക്രത്തിൽ നിന്ന് ഭേദിച്ച് പുറത്തു വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കണം. ഈ കൈവഴികളെല്ലാം തന്നെ സാഗരത്തിൽ ലയിക്കണം. അപ്പൊ സാഗരം എന്ന് പറയുന്ന ആ ഒരു മഹാശക്തിയിലേക്കുള്ള ലയനമാണ് ഈ 1000 നാമങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വലിയ സാഗരത്തിലേക്കാണ് നമ്മൾ ലയിക്കാൻ പോകുന്നത് ഈ ലളിതാ സഹസ്രനാമത്തിലൂടെ. കാരണം നാമരൂപങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്നത് ലളിതാ പരമേശ്വരിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് അറിയില്ലായിരുന്നു. പ്രകൃതി ദേവിയാണെന്ന്. അപ്പൊ പ്രകൃതി അമ്മയാണ്, പഞ്ചഭൂതങ്ങൾ അമ്മയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രപഞ്ചമാകുന്ന ഈ ജംബൂ ദ്വീപത്തിൽ നിന്ന് നമ്മൾ മണിദ്വീപത്തിലേക്കുള്ള യാത്ര, അതാണ് ലളിതാ സഹസ്രനാമം. നമ്മൾ എവിടെയാ ജനിച്ചിരിക്കുന്നത്? ഈ ജംബൂ ദ്വീപ്. ഈ ജംബൂ ദ്വീപ് എന്ന് പറയുന്നത് ഭാരത ഭൂമിയാണ്. ഏറ്റവും അധികം പുണ്യം ചെയ്ത ആത്മാക്കൾ ജനിക്കുന്ന സ്ഥലമാണ് ഭാരതം. ഭാരതം ഭായില് രതിക്കുന്നത്. രതിക്കുന്നത് എന്തോ അത് ഭാ എന്ന് പറഞ്ഞാൽ ആ ഒരു ബുദ്ധി, ജ്ഞാനം, അറിവ് എന്നൊക്കെ പറയാം. അതിൽ രമിക്കുന്നതാണ് ഭാരതം. ഇവിടെയുള്ള ഋഷിമുനിമാരുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകമായിട്ട് കിട്ടിയിരിക്കുന്ന നമ്മുടെ എന്താ പറയാ സ്വത്തുക്കള്, നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? വേദങ്ങള്, പുരാണങ്ങള്, ഉപനിഷത്തുകള്, അല്ലേ? നമ്മള് എത്ര ഉപനിഷത്തുകളിൽ തന്നെ എത്ര എണ്ണം ആ ഒരു വ്യത്യസ്തമായിരിക്കുന്ന പലതരത്തിലുള്ള ആ ഒരു ആഗമങ്ങള്, നിഗമങ്ങള്, തന്ത്രശാസ്ത്രം, അത്രയ്ക്ക് ഉയർന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം നമ്മുടെ ഭാരത പൈതൃകത്തിനുണ്ട്. ഇപ്പൊ ജംബൂ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഭാരതഖണ്ഡം. ഇതിന് ചുറ്റുമുള്ള ഒരു സമുദ്രമുണ്ട്, അല്ലെ? ലവണ സമുദ്രം. സപ്ത സമുദ്രങ്ങൾ നമുക്കറിയാം. ഈ ഒരു ഭാരത ഭൂഖണ്ഡത്തിന് ജംബൂ ദ്വീപ് എന്ന് അറിയാൻ കാരണം ഇതിന്റെ ചുറ്റും ഒരു ഉപ്പുള്ള സമുദ്രം, ലവണ സമുദ്രം എന്ന് പറഞ്ഞാൽ ഉപ്പിന്റെ സമുദ്രം. അപ്പൊ മണിദ്വീപിന് ചുറ്റുമുണ്ട്. അവിടെ ഉള്ളത് എന്താ? നമ്മൾ താമസിക്കുന്ന ദുഃഖത്തിന്റെ കടലാണ് നമ്മുടെ ചുറ്റും. ലവണം, ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വിയർപ്പ, ഉപ്പ് രസാണ്. എന്ത് നോക്കാലും നമുക്ക് ഉപ്പാണ്. നമുക്ക് നമ്മുടെ കർമ്മങ്ങള്, സദാ കർമ്മങ്ങൾ ചെയ്ത് എന്തൊക്കെയോ നേടിയെടുക്കാനാണ് നമ്മൾ ഭൂമിയിൽ വരുന്നത്. ഇത് ജംബൂ ദ്വീപാണ്. ജംബൂ ഫലസാര ഭക്ഷിതം. ജംബൂ ഫലം എന്ന് പറഞ്ഞാല് ഞാവൽപ്പഴം എന്നർത്ഥം. ഈ ഞാവൽപ്പഴം എന്താണ്? ശരിക്കും പറഞ്ഞ ആയുർവേദം പറയുന്നു ഞാവൽപ്പഴം സർവ്വരോഗഹരാണെന്ന്. അതിന്റെ കുരു വരെ മരുന്നാണ്. ഈ ഞാവൽപ്പഴം, ആ പഴത്തിന്റെ ചാറ് ഒഴുകുന്നത് കൊണ്ടാണ് ഈ ദ്വീപിന് ജംബൂ ദ്വീപ് എന്നറിയപ്പെടുന്നത്. ഇതിന് ചുറ്റുമുള്ള സമുദ്രമാണ് ലവണ സമുദ്രം. ഇപ്പൊ ലവണ സമുദ്രം എന്ന് പാല്, തൈര്, കരിമ്പ് നീര് തുടങ്ങിയ പല സമുദ്രങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ലവണ സമുദ്രം വളരെ പ്രധാനമായിട്ട് പറയുന്നു. കാരണം ഭഗവാൻ ശയിക്കുന്നത് മിൽക്കി വേ ഗാലക്സി, അല്ലെ? ക്ഷീരസമുദ്രം. അവിടെ പാലാണ്, പാൽക്കടലിലാണ് വിഷ്ണു പള്ളി കൊണ്ട് കിടക്കുക. ദേവി ഇരിക്കുന്നതോ സുധാ സിന്ധൂർ മധ്യേ. പക്ഷെ നമ്മൾ ഈ ജംബൂ ദ്വീപം, ഭൂമി എന്ന് പറയുന്ന ഈ ജംബൂ ദ്വീപം മാത്രം ലവണ സമുദ്രം. അവിടെയാണ് ഇതിന്റെ മർമ്മം കിടക്കുന്നത്. കാരണം ഈ ഭൂമിയിൽ മാത്രമാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഭൂമിയിൽ മാത്രമാണ് മനുഷ്യ ശരീരം കിട്ടുന്നത്. ഇവിടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ കർമ്മത്തെ ക്ഷയിപ്പിക്കാൻ പറ്റൂ. കാരണം ഏത് കർമ്മങ്ങൾ ചെയ്താലും അതിന് ഫലമുണ്ട്, ഇല്ലേ? മനസ്സുകൊണ്ട് ചെയ്യുന്നത്, ശരീരം കൊണ്ട് ചെയ്യുന്ന കരണങ്ങളാണ് നമ്മളെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അന്ധകരണങ്ങൾ എന്ന് പറയുന്ന 4 കർമ്മേന്ദ്രിയങ്ങള്, ചുമ്മാ ഇരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങള് എന്ത് ചെയ്യുന്നു? ബാഹ്യമായിരിക്കുന്ന അറിവ് കൊണ്ടുവന്ന് അവരെ പ്രേരിപ്പിക്കണം ഓരോന്ന് ചെയ്യാനായിട്ട്. ഇത് നടക്കുന്ന ഒരേ ഒരു സ്ഥലം 8ാമത്തെ പ്ലാനറ്റായിരിക്കുന്ന ഭൂമിയിലാണ്. അപ്പൊ ഈ ഭൂമിയിൽ മാത്രമേ കർമ്മങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ. അല്ലാത്തടത്തൊക്കെ എന്താ? നമുക്ക് ശരീരമില്ലാത്തടത്ത് കർമ്മങ്ങളുണ്ടോ? ഇല്ലല്ലോ. കാരണം അതുകൊണ്ടാണ് നമ്മൾ മരണത്തിന് ശേഷം ടെൻഡൻസീസ് എന്ന് പറയുന്നത്. കർമ്മഫലത്തിനനുസരിച്ച് നമ്മള് ശരീരം, സൂക്ഷ്മ ശരീരം എങ്ങോട്ടാണ് പോണെന്ന് ഈ പറഞ്ഞ എന്താ പറയുക പുര്യഷ്ടക ജീവൻ, അഷ്ടതാ പ്രകൃതി, അതിനെയാണ് പുര്യഷ്ടകം. 5 പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, ജ്ഞാനം എന്ന് പറയുന്ന ബോധം, അഷ്ടതാ പ്രകൃതിയിൽ കൂടെ കിട്ടുന്ന ജീവാത്മാവ് ഇതിനെയും വഹിച്ചുകൊണ്ട് പാപപുണ്യങ്ങളാകുന്ന ഇരുമുടി കെട്ടും കൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് ദേഹിയെ വിട്ട് അവിടെ താഴെ കുളിപ്പിച്ച് കടത്തിയിരിക്കുന്ന ശരീരത്തെ നോക്കി ബൈ പറഞ്ഞ്, കാരണം ഇത്രയും കാലം എന്തൊക്കെയോ കർമ്മങ്ങൾ ആ ശരീരത്തിനകത്തിരുന്ന് ചെയ്തു നമ്മള്. ആ ശരീരത്തെ കർമ്മ ശരീരമാണ് ഭൂമിയിൽ കിട്ടുന്നത്. അപ്പൊ കർമ്മത്തിലൂടെ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ലവണമായിരിക്കും, മധുരമല്ല. ലവണം എന്ന് പറഞ്ഞാൽ ഉപ്പ്.
നമ്മുടെ ശ്രമഫലം, നമ്മൾ വേർത്തൊഴുകും. ഏത് ശരീരകർമ്മങ്ങൾ, കായക്ലേശമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്നതിനെല്ലാം വിയർക്കും. വിയർക്കുമ്പോൾ നമുക്ക് എന്താ വരുന്ന, മധുരമാണോ? അല്ലല്ലോ, ഉപ്പാണല്ലേ. അപ്പൊ നമ്മുടെ ഈ കർമ്മഭൂമിക്ക് ചുറ്റും എപ്പോഴും ലവണ സമുദ്രമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എവിടെയാ പോവേണ്ടത്? ഈ ജംബൂ ദ്വീപിൽ നിന്ന് നമ്മൾ പോവേണ്ടത് മണിദ്വീപത്തിലേക്കാണ്. ഈ മണിദ്വീപം എവിടെയായിരിക്കുന്നത്? ഈ പ്രവൃത്തി ചെയ്യുന്ന ശരീരത്തിനുള്ളിലാണ് മണിദ്വീപം. മിൽക്കി വേ ഗാലക്സിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ഈ ശരീരമാകുന്ന ഈ പറയുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന ഈ ശരീരത്തിനുള്ളില് ഒരു മണിദ്വീപമുണ്ട്. അത് നമ്മൾ ഇതുവരെ അറിയില്ല. നമ്മുടെ വിചാരം ഒരുപാട് ബാഹ്യമായിട്ടുണ്ട്, ഇല്ല എന്നല്ല. അത് 724 ഭുവനങ്ങളിലെ 114 ഭുവനങ്ങൾക്കപ്പുറം അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതാ ആ ധ്രുവ നക്ഷത്രം തിളങ്ങി നിൽക്കുന്ന ബ്രഹ്മാണ്ടങ്ങളുടെ അതിർവരമ്പ്. അതിനെയാണ് നമ്മൾ എന്താ പറയാ, ആ ഒരു ബഹു അണ്ട പെരുവഴി എന്ന് പറയും. അണ്ടങ്ങളെല്ലാം ഇല്ലാതായി തീരുന്ന ഒരു വഴിയുണ്ട്. അവിടെ അതിനും അപ്പുറത്തിരിക്കുന്ന മഹാപത്മാടവിയിലിരിക്കുന്ന സിദ്ധാസിന്ധു, അത് വേറെ. അത് ഒരുപാട് ദൂരം സഞ്ചരിക്കണം. പക്ഷെ നമുക്ക് ഇന്ന് ഇവിടെ അത്രയൊന്നും സഞ്ചരിക്കാനുള്ള ആത്മീയ ബലമോ യോഗ സാധനകളോ ചെയ്തിട്ടില്ലാത്ത ഒരു സാധാരണ മനുഷ്യന് അമ്മയെ കാണണമെങ്കിൽ ഇത്രയും സഞ്ചരിക്കാൻ പറ്റുമോ? ഇല്ല. ഈ അറിവ് കൊണ്ടുവരിക. എന്താ? എന്റെ ഈ ജംബൂ ദ്വീപത്തിലിരുന്ന്, ഈ ഭാരത ഭൂമിയിൽ പിറവിയെടുത്ത ഞാൻ, ആകാശത്ത് ഇരുന്ന ഞാൻ, എന്റെ സൂക്ഷ്മ ശരീരം ഒരു ശരീരം സ്വീകരിച്ച് കർമ്മത്തിനായിട്ട് എന്തിനാ ഭൂമിയിൽ വരുന്നത്? പുണ്യം സമ്പാദിക്കാൻ. നമ്മളെ പാപങ്ങളെ ക്ഷയിപ്പിച്ച് പുണ്യത്തെ സഞ്ചയിക്കാൻ വേണ്ടിയാ ഓരോ ജീവനും ഭൂമിയിൽ വരുന്നത്. അല്ലാതെ ഒരു ജീവനും ആകസ്മികമല്ല. ഒരു ജീവനും ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും ചുമ്മാ ജനിച്ചാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിന്റെയും പുറകില് എന്താ പറയാ, ഒരു ഇന്റലിജൻസ് ഉണ്ട്, ഒരു കർമ്മ നിയോഗമുണ്ട്, ഒരു നിയതിയുണ്ട്. അതനുസരിച്ച് മാത്രമേ ഭൂമിയിൽ വരാൻ പറ്റുള്ളൂ. ചുമ്മാ വന്ന് പോവാന്ന് നമുക്ക് ഇഷ്ടത്തിന് പോയി ഇഷ്ടത്തിന് പാസ്പോർട്ടും വിസയും ഒന്നും ഇല്ലാതെ വരേണ്ട സ്ഥലമല്ല ഇത്. അതിന്റെ കാരണം എന്താ? ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് നമ്മളെ പോലെ മനുഷ്യരെ പോലെ ഓരോന്നിനെ വളഞ്ഞു കൊടുക്കുന്നതും ഒരാളെ അങ്ങോട്ട് വിടുക, ഓരോരുത്തരുടെ നിന്ന് ബ്രൈബ് ചെയ്ത് വാങ്ങിക്കേണ്ട അങ്ങനത്തെ ഒരു സ്ഥലമല്ല ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ ധർമ്മമൂലം. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കർമ്മങ്ങളും സത്യത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ധർമ്മമൂലം. ധർമ്മമാണ് മൂലമായിട്ടിരിക്കുന്നത്. ആ മൂലപ്രകൃതി എന്ന് പറയുന്നത് സത്യത്തിനും ധർമ്മത്തിനും അധിഷ്ഠിതമാണ്. അപ്പൊ ധർമ്മോഖിലം വേദമൂലം. വേദം എന്ന് പറഞ്ഞാൽ നോളജ്. ഈ അറിവ് ഒരു ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇവിടെ ഒന്നിനും ചുമ്മാ വന്നുള്ള നിലനിൽപ്പില്ല. നമ്മൾ ഓരോരുത്തരും ഓരോ കൃത്യങ്ങൾക്കായിട്ടാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ ഒരു സവാരിക്ക് വന്നവരല്ല നമ്മള്. എന്തിനാ വന്നിരിക്കുന്നത്? ഓരോരുത്തരും ഇത് അറിഞ്ഞാലും അറിയാതെ ആയാലും, പാമരനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും, ഇന്ന് രാജാവാണെങ്കിലും ഭിക്ഷക്കാരനാണെങ്കിലും, അവന്റെ കർമ്മപ്രാപ്തിക്ക്, അവന്റെ കർമ്മത്തിനനുസരിച്ചാണ് ജന്മം എടുക്കുന്നത്. നിസ്സാര കാര്യമല്ല ഒരു ജന്മം. ഒരു ജീവൻ ഒരു പൂർണ്ണ അവസ്ഥയിൽ നമ്മൾ ഇന്നലെ ഒരു പടം ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജീവൻ നമ്മൾ എന്തുകൊണ്ടാണ് 3 തലമുറയ്ക്ക് കർമ്മം ചെയ്യാന്ന് പറയുന്നത്? ഈ ഒരു അമ്മുമ്മയുടെ ഉള്ളിൽ ആ അമ്മുമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഈ അമ്മ എന്ന് പറയുന്ന ആള് ജനിക്കുമ്പോ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഗർഭോപനിഷത്തിൽ ഇത് കണ്ടു. ഒരു ജീവന്, ഒരു സ്ത്രീക്ക് ഒരു ജന്മത്തിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം എത്രയുണ്ടോ അത്രയും ഓവറിയിൽ ആ ഒരു ജീവൻ അതിൻ്റെ അകത്ത് കാണും. അതിൽ എത്ര പേര് കുട്ടികളായിട്ട് വരുന്നു എന്നുള്ളത് നമ്മുടെ കർമ്മത്തെ ആശ്രയിച്ചിരിക്കും. ഏത് ബീജവുമായിട്ട് സങ്കലനം ചെയ്യുന്ന, എത്ര, 1 കുട്ടി, 2 കുട്ടി, 3 കുട്ടി, നമ്മുടെ കർമ്മത്തിനനുസരിച്ച്. പക്ഷെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് ഉണ്ടായിരിക്കും. ഒരു 45, 50 അണ്ടങ്ങള് ഓരോ സ്ത്രീയുടെയും ഉള്ളില്. അമ്മുമ്മയുടെ ഉള്ളിൽ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, ഇല്ലേ? അമ്മയുടെ ഒരു അണ്ടം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ ഉള്ളില് അമ്മൂമ്മയുടെ ഉള്ളിൽ ഇരിക്കുമ്പോ ഞാനെന്ന് പറയുന്ന ബീജം ഉണ്ടായിരുന്നു അതിനകത്തുള്ള ആ ഒരു മുട്ടയായിട്ട്. അപ്പൊ ഈ 3 തലമുറ ഓൾറെഡി എന്താ, ഒരു ജന്മത്തിന്, ഒരു മനുഷ്യ ശരീരത്തിന് വേണ്ടിയിട്ട് ഒരു കൊതിച്ചുകൊണ്ട് ഒരു ജീവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും 3 പ്രാവശ്യം ചെയ്യുന്നത്. നമ്മൾ താപത്രയങ്ങളാണെങ്കിൽ 3, തർപ്പണം 3, എല്ലാം 3. കാരണം 3 ജന്മമായിട്ട് നമ്മൾ ഒരു ജീവൻ, ഒരു ശരീരത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് ഉള്ളിലിരിക്കുക. അതിന് അനുകൂല സാഹചര്യവും അനുകൂല കർമ്മങ്ങളും അനുകൂല സ്ഥലവും വരുമ്പോൾ മാത്രം അത് പ്രകൃതി, അതാണ് പ്രകൃതിയുടെ നിയോഗം എന്ന് പറയുന്നത്. അതിനനുസരിച്ച് മാത്രമേ ഒരു ശരീരം കിട്ടുള്ളൂ. അപ്പൊ ആ ശരീരം കിട്ടിയാല് എന്തിനാ ഭൂമിയിൽ വരുന്നത്? ചുമ്മാ ഇവിടുത്തെ വസ്തുക്കൾ കണ്ട് രസിച്ചൊരു എന്താ പറയാ, ഒരു ടൂർ നടത്തിയിട്ട് പോകാനാണോ? അല്ല. അത് അറിഞ്ഞാലും അറിഞ്ഞില്ലേ, പലരും അങ്ങനെ വിചാരിക്കുന്നു. രസിക്കുക, എല്ലാരും പറയാറുണ്ടല്ലോ, അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിച്ചു പോവുക. അതല്ല. ഭൂമി എന്ന് പറയുന്നത് കർമ്മക്ഷേത്രമാണ്. കർമ്മക്ഷേത്രേ കുരുക്ഷേത്രമാണ് ഈ ഭൂമി.
എന്താ കുരുക്ഷേത്രം? പാപപുണ്യങ്ങള്, ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ചെയ്യുന്ന ഭൂമിയാണിത്. കാരണം അവിടെ നമുക്ക് പുണ്യം സമ്പാദിക്കണമെങ്കിൽ എന്താ, ആ ഒരു ദേവന്മാരെയും അസുരന്മാരും ആരാണ്, നമ്മുടെ നല്ലതും ചീത്തയും എന്താണ്, ഈ എന്താ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്താണെന്ന് ഒരു വ്യക്തി അറിയണം. അപ്പൊ നമ്മൾ പാപത്തെ കുറച്ചുകൊണ്ട് പുണ്യത്തെ കൂട്ടണം. ഇല്ലെങ്കിൽ എന്താ, വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം. പുണ്യം എന്ന് പറയുന്നത് സ്വർഗമാണ് അല്ലെ? പുണ്യത്തിന്റെ ഫലം സ്വർഗപ്രാപ്തി. പക്ഷെ സ്വർഗപ്രാപ്തി എന്നേക്ക് നിൽക്കുന്നതാണോ? അല്ല. അവിടുത്തെ പുണ്യം കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് തള്ളി താഴെയിടും. സ്വർഗം എന്ന് പറയുന്ന ഭൂർഭുവസ്സുവ, ഈ ഭൂലോകം, ഭൂവർലോകം, സുവർലോകം, മൂന്നാമത്തെ തലം. ഈ എല്ലാം മൂന്നെന്ന് പറയുന്ന 3 തലമുറ. അപ്പൊ നമ്മള് ഒരു എലിജിബിലിറ്റിക്ക് വേണ്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്ര അമ്മൂമ്മ മുതൽ നമ്മൾ കാത്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. നോക്കൂ, എത്രമാത്രം വലിയ ഒരു തപസ്സിന്റെ ഫലമാണ് ഈ മനുഷ്യ ജന്മം. അതിനെയാണ് വളരെ വ്യർത്ഥമായിട്ട് നിസാരമായിട്ട് ആത്മഹത്യ ചെയ്യുകയോ കെട്ടിത്തൂങ്ങി ചാവുകയോ ചാടിച്ചാവുകയോ ഒക്കെ ചെയ്യുന്നത്. അത് ഇനി ആ ജീവന് ഈ ഒരു ശരീരം കിട്ടണമെങ്കിൽ എത്ര ജന്മം എടുക്കും? ഇപ്പൊ കിട്ടിയിട്ട് എന്താ? ചിലർ ചോദിക്കും, ഈ ശരീരം ഇപ്പൊ കിട്ടിയിട്ട് എന്താ? കിട്ടിയാൽ മാത്രമേ അമൃതത്വം കിട്ടുള്ളൂ. ഈ ശരീരം എന്ന ഉപാധിയിലൂടെ മാത്രമേ അമൃതത്വത്തിലോട്ട് പോകാൻ പറ്റൂ, മോക്ഷം കിട്ടുള്ളൂ. ഈ ഉപാധി ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ജന്മത്തിന് പൂർത്തീകരണം കിട്ടില്ല. നാരദനോട് എന്താ ഭഗവാൻ പറഞ്ഞത്? അപ്പൊ നാരദൻ ചോദിച്ചു, എന്തിനാണ് ഭഗവാനെ അനേക കോടി ജന്മങ്ങൾ, എന്തിനാ ഈ മനുഷ്യജന്മം? മനുഷ്യജന്മത്തിലൂടെ എന്ത് നേടാനാണ്? അപ്പൊ ഭഗവാൻ പറയണു, നാരദ, മനുഷ്യജന്മത്തിലൂടെ മാത്രമേ പൂർണ്ണത കിട്ടുള്ളൂ. പൂർണ്ണത്വം 16 കലകളും കിട്ടുന്നത് മനുഷ്യജന്മത്തിലാണ്. 16 കലകളോട് കൂടിയ ആളാണ് യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണൻ. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന് സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ഭൂമിയിൽ നന്നായിട്ട് ജീവിച്ച് അർജുനനെ പോലെ നമ്മുടെ ഋജുവായിരിക്കുന്നവൻ അർജുനൻ. എന്താ? എല്ലാ സുഖപ്രാപ്തി, എല്ലാത്തിലും പൂർണ്ണത, എല്ലാത്തിലും സന്തോഷം. സാധാരണ ആളല്ല അർജുനൻ. അർജുനൻ ആരാ? എല്ലാത്തിലും യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണന്റെ ആ ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ പരിപാകപ്പെട്ട ഒരു മനസ്സ്. അപ്പൊ നമുക്ക് എല്ലാത്തിലും പൂർണ്ണത വരണം. സുഖജീവിതത്തില്, നമ്മള് കുടുംബ ജീവിതത്തില്, പണത്തിന്റെ കാര്യത്തില്, എല്ലാത്തിലും ഒരു നിറഞ്ഞ സംതൃപ്തി വരുന്ന ആളിനെയാണ് നമുക്ക് ശരിക്കും യോഗം ചെയ്യാൻ യോഗ്യത. ബേസിക് ക്വാളിറ്റീസ് ഉണ്ട്. അല്ലാതെ നമ്മൾ ഈശ്വര പ്രാപ്തിക്കായിട്ട് നമ്മൾ ഈശ്വരനെ സമീപിക്കുമ്പോൾ പല പല കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ ആ കാര്യങ്ങൾ കിട്ടിപ്പോവാനേ പറ്റൂ. അപ്പോഴത്തേക്ക് ആ ജന്മം കഴിയും. ആ കാര്യങ്ങളിൽ അത് കിട്ടിക്കഴിയുമ്പോൾ ഈശ്വരനെ നമ്മൾ മറക്കുകയും ചെയ്യും. പിന്നെ അതിൽ നിന്ന് നമ്മൾ വിട്ടുപോകും. അതേസമയം ഉപാസനയുടെ ലക്ഷ്യം നമുക്ക് മോക്ഷം മാത്രമാണെങ്കിൽ എന്താ, അതിൽ തന്നെ ഉറച്ചു നിന്ന് അത് നേടുന്നിടം വരെ അതിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മളെ ഈ ഒരുപാട് താഴ്ത്തുന്നതും ഉയർത്തുന്നതും എല്ലാം നമ്മുടെ മനസ്സാണ്. ഒരുപാട് പൊള്ളയായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള കമ്പാരിസൺ കൊണ്ടാണ് നമ്മൾ താഴ്ന്നവരാണ് എന്ന് തോന്നുന്നത്. പ്രപഞ്ചവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നെക്കാൾ ഉയർന്ന പണമുള്ളവരെ, സൗന്ദര്യമുള്ളവരെ, സുഖമുള്ളവരെയൊക്കെ കാണുമ്പോൾ ഞാൻ എന്തോ താഴ്ന്നതാണ് എന്നുള്ളൊരു ചിന്ത. ആ ചിന്തയാണ് ശരിക്കും പറഞ്ഞ ആധ്യാത്മികത കൊണ്ട് നികത്തേണ്ടത്. ഞാൻ ഒന്നിലും താഴെയല്ല, ഞാൻ ഒന്നിലും ഉയർന്നതുമല്ല. എല്ലാവരും ഒരേപോലെ ഒരേ വസ്തുവിൽ നിന്ന്. ഈ ഒരു ശ്മശാനത്തിൽ ചെല്ലുമ്പോൾ കിരീടം വച്ചവനും കിരീടം വയ്ക്കാത്തവനും, വെറും പാമരനും പണ്ഡിതനും ഒരു പിടിച്ചാരം. ശ്മശാനത്തിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ശ്മശാന വൈരാഗ്യം. ഏകമായിരിക്കുന്ന സ്ഥലം. എല്ലാ മനുഷ്യരുടെയും പഞ്ചഭൂതമായിരിക്കുന്ന ശരീരം ആ ഒരു ചിത കത്തി അമരുമ്പോൾ കിട്ടുന്ന കുറച്ച് ഭസ്മം. ഇത് തന്നെയാണ് എല്ലാവരും. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയോ നേടി എന്ന് നമ്മൾ തോന്നുന്നതാണ്. ആ തോന്നലുകളെല്ലാം അവസാനിക്കണം. എന്നിട്ട് ആ ഒരു ഈശ്വരൻ, ആ ഈശ്വര ശക്തിയെ ഉള്ളിൽ അറിയുമ്പോൾ അവിടെ യാതൊരു വിധത്തിലുള്ള ഭേദങ്ങളില്ല. ആ ഭേദങ്ങളില്ലാത്ത അവസ്ഥയിലാണ് നമുക്ക് ഉപാസന ചെയ്യാൻ പറ്റുന്നത്. ഈ ലളിതാ സഹസ്രനാമം നമുക്ക് അതാ തരുന്നത്. അപ്പൊ ഈ ലവണ സമുദ്രമായിരിക്കുന്ന ജംബുദ്വീപിൽ നമ്മൾ വന്ന എന്തിനാണ്? കർമ്മങ്ങൾ ചെയ്യാൻ. ആ കർമ്മങ്ങൾ എന്തായിരിക്കണം? കർമ്മങ്ങൾ കൊണ്ട് വീണ്ടും കർമ്മവുമായിട്ട് ബന്ധിക്കപ്പെടണോ? കർമ്മത്തിൽ നിന്ന് കർമ്മ യോഗം വരുത്തണോ? എന്താ നമുക്ക് വേണ്ടത്? ഈ കർമ്മയോഗമാണ് ദേവി ഉപാസന എന്ന് പറഞ്ഞു. ഭക്തിയോഗം വിഷ്ണുവിനാണെന്ന് പറഞ്ഞു. ജ്ഞാനയോഗം ശിവനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കർമ്മയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ കർമ്മം ചെയ്ത് കർമ്മത്തെ ത്യജിക്കണം. കർമ്മം യോഗമാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു മനസ്സിന്റെ ആവരണത്തെ മാറ്റുക. എന്താവരണം? ഞാനല്ല ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ചിന്തിച്ചു നോക്കൂ, നമ്മളാണോ ചെയ്യുന്നത്? നമ്മൾ ഉപകരണം, ഈ ഉപകരണത്തെ വെച്ച് ഒരു യന്ത്രി ഇതിനകത്തിരുന്ന് നമ്മളെ ഓപ്പറേറ്റ് ചെയ്യണം. ഒരു സ്വിച്ച് ഇട്ടാല് കറങ്ങുന്ന മെഷീനുകളാണ് നമ്മളെല്ലാം വെറും ചരടില് കൊരുത്ത പാവകളാണ്. ചരട് ആരുടെ കയ്യിലാ? ഈ അമ്മയുടെ കയ്യിലാണ് നമ്മുടെ ചരടുകള്. അമ്മ വലിക്കുന്നതനുസരിച്ച് നമ്മൾ പോണു. അപ്പൊ ഞാൻ ചെയ്യണു എന്നുള്ള
ആ ഒരു കർത്തൃത്വ ഭാവത്തെ നമ്മൾ മാറ്റിയാൽ മാത്രം മതി. അത് വളരെ ബുദ്ധിമുട്ടാണ്. എളുപ്പം എന്ന് വിചാരിക്കും, ഒരു നിമിഷം പോലും നമുക്കത് മാറ്റാൻ പറ്റില്ല. ആ ആണവമലം നമ്മളോട് എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് അഹങ്കാരം. അതാണ് ഈ ചൂണ്ടുവിരൽ എന്ന് പറയുന്നത്. ഈ ചൂണ്ടുവിരലിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള വിരൽ കൊണ്ട് നമ്മുടെ ബുദ്ധി, അന്ധകരണങ്ങളിൽ ചിത്തം, മനസ്സ് അത് പരബ്രഹ്മത്തിനോട് ചേർത്ത് വെച്ച് ഓരോ പുഷ്പം ഇടുമ്പോഴും അമ്മ എൻ്റെ ഈ അന്ധകരണ ശുദ്ധി തരൂ, എൻ്റെ ഈ കർത്തൃത്വ ബോധത്തെ മാറ്റിത്തരൂ, ഞാനല്ല ചെയ്യുന്നത്, എന്നെ കൊണ്ട് ആരോ ചെയ്യിക്കുകയാണ്. ചെയ്യുന്നതും ചെയ്യിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന് എനിക്ക് പ്രേരണ മാത്രമേ ഉള്ളൂ, ഞാനല്ല ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള കർമ്മം നമ്മളെ ബന്ധിപ്പിക്കുന്നില്ല. മറ്റതോ ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആളിന്റെ കർമ്മത്തിന്റെ എല്ലാ കുറ്റങ്ങളും തെറ്റുകുറ്റങ്ങളും നമ്മൾ തന്നെ ഏറ്റെടുത്ത് ജന്മങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. പിന്നെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് എന്ത് എളുപ്പം, ഈ ട്രെയിനിനകത്ത് കയറുമ്പോൾ പെട്ടി തലയെ വെച്ചോണ്ടിരിക്കണോ? ട്രെയിനില്ലേ? ഇപ്പൊ ട്രെയിനിന്റെ ഡ്രൈവറെ നമ്മൾ കാണുന്നില്ല. എല്ലാവരും ട്രെയിൻ ഓടിക്കുന്ന ആരാണ്? എന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമോ എന്ന് ചോദിച്ചിട്ടാണോ നമ്മൾ കയറുക? പ്ലെയിൻ ഓട്ടിക്കുന്ന പൈലറ്റിനെ കാണാറുണ്ടോ? എനിക്ക് പൈലറ്റിനെ കാണണം, എന്നെ ഇന്നടത്ത് എത്തിക്കോ, ഇയാൾ നല്ല ട്രെയിൻഡ് ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കോ? നമ്മൾ എന്താ കയറുന്ന ഒരു വിശ്വാസം അല്ലേ? അപ്പൊ അതുപോലെയാണ് ഉപാസനാ മാർഗം. നമ്മൾ ഓടിക്കുന്ന ആളെ നോക്കണ്ട. നമുക്ക് ഓടിക്കുന്ന ആള് വിശ്വപ്രപഞ്ചത്തിന് മുഴുവൻ സാക്ഷി രൂപത്തിലിരിക്കുന്ന അമ്മയാണ്. എന്തിനാ അമ്മയെ അവിശ്വസിക്കുന്നത്? അപ്പൊ അമ്മയാണ് ചെയ്യിക്കുന്നത് എന്നുള്ള ഒരു ടോട്ടൽ സറണ്ടർ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഗതി വിഗതികളെല്ലാം തന്നെ അമ്മയുടെ പാദപത്മങ്ങളിൽ സമർപ്പിച്ച് അമ്മ ഇതാ എടുക്കൂ. എപ്പോഴാണോ ഇനിസിയേഷൻ കിട്ടുന്നത്, എപ്പോഴാണോ ഹംസ ശിവ സോഹം എന്ന് നമ്മൾ പറയുന്നത്, ഹംസ ശിവ സോഹം എന്താ? ഹംസം, ഹംസമായിട്ടിരിക്കുന്ന സോഹം ഹംസ, എൻ്റെ പ്രാണൻ അമ്മയാണ്, ശിവനാണ് എന്നുള്ള ആ ഒരു ധാരണയിൽ എത്താനാണ് ഈ ഗുരുമന്ത്രം ജപിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സറണ്ടർ ചെയ്യണം അവിടെ. അമ്മ ചെയ്തോളൂ, അമ്മ എന്ത് വേണം എന്നെ ചെയ്തോളൂ. അത് സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ. ചിലപ്പോ എൻ്റെ മനസ്സ് നീറും, ഞാൻ കരഞ്ഞെന്നിരിക്കും, സാരമില്ല, അമ്മയല്ലേ കരയിക്കുന്നത്. പക്ഷെ അമ്മ കരയുന്ന ആളിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ കൂടെ ഉണ്ടോ എന്നുള്ളൊരു വിശ്വാസം വേണം. ദുഃഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ അത്രയും പുണ്യം ചെയ്യണമായിരുന്നു. ഈ പുണ്യം ചെയ്തില്ല, പാപങ്ങൾ ചെയ്തു, അതിന്റെ ഫലവും നമ്മൾ അനുഭവിക്കണ്ടേ? പക്ഷെ എല്ലാ ദുഃഖത്തിന്റെ പുറകിലും ഒരു സുഖമുണ്ടെന്നറിയണം. കാരണം ആ സുഖത്തിന്റെ, ആ ശാന്തിയുടെ ഒരു കേന്ദ്രം നമ്മുടെ ഉള്ളിലാണ്. അതാണ് മണിദ്വീപം. ആ ലവണ സമുദ്രത്തിൽ നിന്ന്, കർമ്മത്തിൽ നിന്ന് നമ്മൾ എവിടെ ചെല്ലണം? മുക്തിപഥത്തിലേക്ക് ചെല്ലണം. ഈ മണിദ്വീപത്തിൽ എത്തിച്ചേരണം. മണിദ്വീപം എന്ന് പറയുന്നത് ചിന്താമണി ഗൃഹം, ചിന്തകളാകുന്ന ഒരു ഗൃഹം. ചിന്തകളാകുന്ന ഒരു ഗൃഹം എന്താ? അത് ചിന്തകൾ മണികളാണല്ലേ? ചിന്തകൾക്കപ്പുറം. രണ്ടർത്ഥം എടുക്കാം ചിന്താമണി ഗ്രഹത്തിന്. അപ്പൊ ഈ ചിന്താമണി എന്ന് പറഞ്ഞാൽ തൊടുന്നതെല്ലാം തന്നെ പൊന്നാക്കുന്ന ചിന്താമണി, അതാണ് അമ്മ. ആ ചിന്താമണി ഗ്രഹത്തിൽ അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ സുധാ സിന്ധൂർ മധ്യേ ഇരിക്കുന്ന ആ ഒരു ഭഗവതി നമ്മുടെ ഈ കർമ്മങ്ങളെയെല്ലാം ഈ ജംബു ദ്വീപത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് മാക്സിമം ചെയ്യുക, കർമ്മങ്ങൾ ചെയ്യുക. എന്തിന്? കർമ്മശുദ്ധിക്ക് വേണ്ടി, കർമ്മയോഗത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ലവണ സമുദ്രത്തെ നമ്മൾ പാല്, തൈര്, കരിമ്പ് നീര് തുടങ്ങിയ ആധാര ചക്രങ്ങളിലൂടെ ശരീരത്തിലിരിക്കുന്ന ലവണ സമുദ്രത്തെ തരണം ചെയ്യുന്ന എങ്ങനെ? 7 സമുദ്രമുണ്ട് അമ്മയുടെ അടുത്തോട്ട് പോകുന്നതിന്. അതാണ് നമ്മുടെ ഈ മൂലാധാരം മുതലുള്ള നമ്മുടെ ഈ പറഞ്ഞ ശ്രീചക്രത്തിൽ കൊടുക്കുന്ന അഭിഷേകം. അപ്പൊ നമ്മൾ ഈ പഞ്ചാമൃത അഭിഷേകം എന്ന് പറഞ്ഞ പഞ്ച അമൃതങ്ങള്, അമൃതത്വത്തിലേക്കുള്ള യാത്രയില് പഞ്ചകാര്യങ്ങൾ, നമ്മൾ 5 കാര്യങ്ങൾ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ മൂലാധാരത്തിലിരിക്കുന്ന കർമ്മം, ബ്രഹ്മഗ്രന്ഥിയെ നമ്മൾ ആ ഗ്രന്ഥിയെ പൊട്ടിക്കണം. ഈ പ്രപഞ്ചവുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് ശരീരമാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. അവിടെ നിന്ന് വിഷ്ണു ഗ്രന്ഥിയെ എന്താ പറയാ ഈ പൊട്ടിക്കണം. ആ വിഷ്ണു ഗ്രന്ഥി എന്താ? ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്ന വിഷ്ണു, എല്ലായിടത്തും ഇരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിഞ്ഞുകൊള്ളണം. കാരണം നമ്മള് ഗ്രോസ് ആയിരിക്കുന്ന ഭൂമി തത്വത്തിൽ നിന്ന് വിഷ്ണു തത്വമാകുന്ന ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരിക. പാൽക്കടലിൽ ശയിക്കുന്ന വിഷ്ണു. വിഷ്ണു ഗ്രന്ഥിയുടെ ആധാരം നമ്മുടെ ദേവിയുടെ ഈ ദേവി ഇരിക്കുന്ന പഞ്ചബ്രഹ്മങ്ങളാകുന്ന ആ ഒരു കസേര, അമ്മയുടെ ആ ഒരു സിംഹാസനത്തിന്റെ 4 കാലുകള്, 5ആയിട്ടിരിക്കുന്ന ആ ഒരു വിശുദ്ധി ചക്രത്തിലിരിക്കുന്ന സദാശിവൻ, ഇത് നമ്മുടെ ശരീരമല്ലേ? ശരീരത്തിലല്ലേ അമ്മയുടെ ഈ പറഞ്ഞ മഞ്ചത്തിന്റെ 4 കാലുകള്? ഈ കാലുകളെ നമ്മൾ അറിയണം. കാലുകളെ അതിക്രമിച്ച് മുകളിലോട്ട് പോയാലേ മഞ്ചത്തിലിരിക്കുന്ന ദേവിയെ കാണാൻ പറ്റൂ. അപ്പൊ ഈ ബ്രഹ്മഗ്രന്ഥിയും ഭേദിച്ച് എല്ലായിടത്തും ഇരിക്കുന്ന ദേവിയെ അറിഞ്ഞ് ആ ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്, അഗ്നി രൂപം
അതിൽ നമ്മളെല്ലാം ഹോമിച്ചിട്ട് ആ വിശ്വത്തെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ അനാഹത ചക്രത്തിൽ പ്രവേശിച്ച് പറയുന്നതെല്ലാം സത്യവാക്കായിട്ട് വിശുദ്ധി ചക്രത്തിൽ വന്ന സദാശിവനാകുന്ന ഭഗവാന്റെ ശിവന്റെ അനുഗ്രഹം വാങ്ങിക്കണം. അവിടെ നിന്ന് മാത്രമേ ആ സദാശിവനാകുന്ന പലകയില് സഹസ്രാര പത്മത്തില് സഹസ്രദള പത്മത്തിന്റെ മധ്യത്തിലിരിക്കുന്ന സുധാസിന്ദൂർ മധ്യേ സുര വിടപിവാടി പരിവൃതേ നീപോപ ഉപവനവതി. ഇപ്പൊ നീപ ആ ഒരു കദംബ വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട, നീപം എന്ന് പറഞ്ഞ നീപവൃക്ഷം കദംബവനം ചുറ്റപ്പെട്ടിരിക്കുന്ന അമ്മ അല്ലെ. ആ ഒരു മണിദ്വീപേ ചിന്താമണി ഗൃഹേ ശിവാകാര മഞ്ചേ ആ ഇരിക്കുന്ന പരമശിവ പര്യങ്ക നിലയാം ഈ അമ്മയെ ഭജിക്കണമെങ്കിൽ ഭജന്തി ത്വാം, അല്ലയോ അമ്മ, അമ്മയെ ഇങ്ങനെ കാണണമെങ്കിൽ ആ ഒരു ചിദാനന്ദ ലഹരി എത്ര ജന്മത്തെ പുണ്യം എനിക്ക് വേണം. ആ പുണ്യം വേണമെങ്കിൽ ഇവിടെ ഈ ജംബു ദ്വീപത്തിൽ ജനിച്ച് കർമ്മങ്ങളെ ത്യജിച്ചോളണം, ഈ സത്യത്തെ മനസ്സിലാക്കിക്കൊള്ളണം. എന്നാൽ മാത്രമേ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ആ ഒരു മഹത് ഗ്രന്ഥം അതിന്റെ സത്ത എന്താണ്. നമുക്ക് ഈ ജംബൂഫലം നമ്മൾ കണ്ടു. അത് ജംബൂഫലം എന്ന് പറയുന്ന ഞാവൽപ്പഴം എന്ന് പറയുന്ന കാക്ക കൊത്തുന്ന പഴങ്ങൾ പോലും അശുദ്ധമല്ല എന്ന് പറയും ഞാവൽപ്പഴം. ശബരി ശ്രീരാമൻ എടുത്തു വെച്ചത് ഈ ഞാവൽപ്പഴമാണെന്ന് പറയുന്നുണ്ട്. കാരണം ഞാവൽപ്പഴം ജ്ഞാനമാണ്, അതിനകത്ത് കുരു പോലും സർവ്വ രോഗഹരാണ്, ഒന്നും കളയാനില്ല. അതുകൊണ്ടാണ് ഗണപതിക്ക് ഞാവൽപ്പഴം, ഈ ജംബൂഫല ഭക്ഷിതം എന്നൊക്കെ പറയുന്നത്. ജംബൂഫലം അതിന് താത്വികമായിട്ട് പറയുമ്പോൾ കർമ്മത്യാഗം എന്നാണ് അർത്ഥം. ഈ ജംബൂഫലത്തിന് ഒരുപാട് താത്വികമായിട്ട് നമ്മുടെ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ജംബു ദ്വീപ്. അനേകായിരം കോടി ഋഷിമുനിമാരുടെ തപശ്ചര്യയുടെ ഫലമായിട്ടുള്ള അറിവ് ഉള്ള ഒരു പ്രപഞ്ചമാണ് ഹിമാലയവും കന്യാകുമാരിയും. അത് നമ്മുടെ ഈ പറയുന്ന ഭാരത ഭൂമിയിലാണ്. ഇനി ആരൊക്കെ എത്രയൊക്കെ അശുദ്ധമാക്കി എന്ന് പറഞ്ഞാലും ശുദ്ധമായിരിക്കുന്ന ജ്ഞാനം ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒരു ഭൂമിയിലും കിട്ടില്ല. അപ്പൊ ജ്ഞാനപ്രവാഹമായിരിക്കുന്ന ജംബു ദ്വീപത്തിൽ ജനിച്ച നമ്മൾ ഓരോരുത്തരും ആ ഒരു ഭാരതീയൻ എന്നുള്ള അഭിമാനം, നമ്മുടെ ഭാരതാംബ അമ്മ ലളിതാ ത്രിപുര സുന്ദരി ഭൂമിദേവിയായിട്ട്, ജ്ഞാനശക്തിയായിട്ട്, ഇച്ഛാശക്തി, ക്രിയാശക്തിയായിട്ട് ഈ ഒരു 51 ശക്തിപീഠങ്ങളിൽ വിളങ്ങുന്ന ഈ ഭൂമിയിൽ ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ച നമ്മൾ ഓരോരുത്തരും അമ്മയ്ക്ക് വേണ്ടപ്പെട്ടവരാണ്, സംശയമില്ല. എത്രയോ പേര് വിദേശീയർ ഇവിടെ വന്ന് ഈ ജ്ഞാനം നേടി പോകുന്നു. നമ്മളിത് അറിയാതെ പോയി കിടന്നാല് ഈ ഭൂമിയുടെ അടിയിൽ കാർബൺ കിടക്കുന്ന പോലെ വെറും കരിക്കട്ട, നമ്മൾ അടുപ്പിൽ നിന്ന് വാരി കളയുന്ന കരിക്കട്ട അനേക വർഷങ്ങള് ഭൂമിക്കടിയിൽ കിടന്ന് ആ ഭൂമിയുടെ സമ്മർദ്ദവും ചൂടും കൊണ്ട് രത്നമായിട്ട് മാറുന്ന പോലെ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ഇത് അറിയാതെ പോയി കഴിഞ്ഞാൽ എത്ര ജന്മങ്ങൾ എടുത്താലും ഈ സത്യത്തെ അറിയാതെ ജനന മരണ ചക്രങ്ങളെ അതിക്രമിക്കാൻ പറ്റില്ല. നമുക്ക് മണിദ്വീപത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. ആ സുധാ സിന്ധുവിനെ, ആ അമൃതം പാനം ചെയ്ത് നമുക്ക് അമൃതത്വത്തിലേക്ക്, മൃതമല്ലാത്ത ആ ഒരു വസ്തുവിനെ നമുക്ക് അറിയാൻ പറ്റില്ല. ശരീരം എടുത്തുകൊണ്ടേയിരിക്കും. എല്ലാ സമയവും മനുഷ്യ ശരീരം കിട്ടണമെന്നില്ല, മൃഗങ്ങളുടെ ആവാം, പക്ഷികളുടെ ആവാം, ഏത് ശരീരത്തിലായാലും ഈ ഒരു അറിവില്ലാതെ നമുക്ക് ഈ ജ്ഞാനമേകം അമൃതത്വം, ആ ജ്ഞാനം മാത്രമേ നമുക്ക് അമൃതത്വത്തെ തരുള്ളൂ. ആ ജ്ഞാനത്തിന് വേണ്ടിയാണ് നമ്മൾ ലളിതാ സഹസ്രനാമം പഠിക്കുന്നത്. അത് എന്ത് ജ്ഞാനമാണെന്ന് ചോദിച്ചാൽ ആത്മജ്ഞാനം, ആത്മാവിനെ കുറിച്ചുള്ള അറിവ്, അല്ലാതെ ബാഹ്യ അറിവല്ല അത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അന്തർമുഖരായിട്ടിരുന്ന് ഈ ഭഗവതിയെ കൂടുതൽ അറിഞ്ഞ് എങ്ങനെയാണോ ഒരു പ്യൂപ്പ അതിനുള്ളില് ചിത്രശലഭത്തിന്റെ വർണ്ണങ്ങൾ എടുക്കുന്നത്, അതിനൊരു തപസ്സാണ്. പുറമേ ഇരിക്കുന്ന ഒരു സ്വർണ്ണ കവറാണ്, അതിനുള്ളിലിരുന്ന് അന്തർമുഖരായിട്ടിരുന്ന് ഇത് ചിന്തിച്ച് മനസ്സിലാക്കി കേട്ട് അറിഞ്ഞ് നാളെ ഈ ശരീരം വിടുമ്പോ ഈ ദേഹിക്ക് ഒരു ചിത്രശലഭത്തിന്റെ രൂപത്തില് കുറച്ചു കാലമേ ജീവിച്ചുള്ളെങ്കിലും സന്തോഷമായിട്ട് സ്വതന്ത്രമായിട്ട് ഈ സുധാസിന്ധുവിൽ എത്തിച്ചേരണം. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യം, അതായിരിക്കണം നമ്മുടെ ഉപാസനയും. അപ്പൊ ഈ അമ്മയെ ഒരിക്കൽ കിട്ടിയാൽ കൈവിട്ട് കളയരുത്. ആ അമ്മയെ മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കണമെങ്കിൽ പലപ്പോഴും കൈ വഴുതിപ്പോവും. ജീവിതം അങ്ങനെയാണ്, സുഖദുഃഖങ്ങളാണ് ഇല്ലേ, സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. അപ്പൊ വഴുതി പോകാതെ ആ അമ്മ നമുക്ക് സുഖങ്ങൾ തന്ന് ദുഃഖങ്ങളെ എല്ലാം മാറ്റി, അത് ദുഃഖങ്ങൾ വന്നാലും അമ്മ ഉണ്ടല്ലോ എന്നുള്ള ദൃഢവിശ്വാസത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോയി ആ പരാശക്തിയിൽ ശരണാഗതി ചെയ്യാം. അതിന് അമ്മ അനുഗ്രഹിക്കട്ടെ, നമുക്ക് ഓരോരുത്തരും അതിന് സാധിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും ഇതിലൂടെ സഞ്ചരിക്കാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.